Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മൾ തണ്ടർ ബാച്ചിൻ്റെ ആ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ MTSൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്ലാസ്സസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൊക്കാബ് സെഷൻ്റെ ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ച് ലെങ്തൺ ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറച്ചൊന്ന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡിയംസ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാം, ഒരു എക്സാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഏതൊരു എക്സാമിനേഷൻ എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിന് തന്നെയായിരിക്കും വൊക്കാബ് സെഷനിൽ ഇഡിയംസിനാണ് കൊടുത്തിട്ടുള്ളത്. സിനോണിംസിനും ആന്റോണിയംസിനും ഉണ്ട്, എന്നാലും ഇഡിയംസും അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് കീൻ ഇൻട്രസ്റ്റ് ഇൻ റീഡിങ് ദ മൈൻഡ് ഓഫ് ദോസ് സ്റ്റുഡൻസ് റൈറ്റ് നൗ. എനിക്ക് എന്താണ് കീൻ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയാണ് കീൻ ഇൻട്രസ്റ്റ് ഉള്ളത്? കീൻ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. കീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിനെയാണ് കീൻ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭയങ്കര കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ്. നമ്മൾ എന്താണ് നല്ലപോലെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് അത്രയും ഡെപ്തിലുള്ള ഒരു ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീൻ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെപ്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഇൻ റീഡിങ് ദ മൈൻഡ് ഓഫ്. എന്താണ് മൈൻഡ് റീഡ് ചെയ്യാനാണ് ആൾക്ക് എന്ത് ചെയ്യുന്നത്? ഒരു കുട്ടി പറയാണ്, സ്റ്റുഡൻസിൻ്റെ മൈൻഡ് റീഡ് ചെയ്യാനാണ് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നത്, ടൈം എടുക്കുക. ഐ ആം സ്റ്റിൽ റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ്. ഐ ആം സ്റ്റിൽ റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ്. അതാണ് ഇവിടുത്തെ ഇഡിയം എന്ന് പറയുന്നത്. ഇഡിയത്തിൻ്റെ മീനിങ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ് എന്ന് പറയുന്ന യഥാർത്ഥ മീനിങ് എന്താണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ്, ഞാൻ ഒരു കാര്യത്തിന് എൻ്റെ ഹെഡ് മൊത്തത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നത്. റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ്, ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഐ എം റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ് എന്നാണ് പറയേണ്ടത്. കാരണം ഞാൻ ഫുള്ളി കോൺസെൻട്രേഷൻ എവിടെയാണ് കൊടുക്കുന്നത്, എൻ്റെ തല പുകഞ്ഞിരുന്ന് ഞാൻ പഠിക്കുകയാണെന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസുകളൊന്ന് നമ്മുടെ ആൻസേഴ്സ് ഒന്ന് ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്കാം. ഇഗ്നോറിങ് സംതിങ് കംപ്ലീറ്റ്ലി, ഒരു സാധനത്തിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. ഓക്കെ, ഇഗ്നോർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, അതിൻ്റെ ഒരു ഇഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, നമ്മൾ കേട്ടില്ല എന്ന് നടിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരാൾ കാര്യം പറയുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുക. ടേൺ എ ഡെഫ് ഇയർ. ടേൺ എ ഡെഫ് ഇയർ എന്ന് പറഞ്ഞ ഇഡിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ മീനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇഗ്നോറിങ് സംതിങ് കംപ്ലീറ്റ്ലി. ഒരാൾ നല്ല കാര്യത്തിൽ നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്നതൊക്കെയാണ് നടന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്യാതെ ടേൺ എ ഡെഫ് ഇയർ, നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാണ്ടിരിക്കുകയാണ്. അതിനെയാണ് ടേൺ എ ഡെഫ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ആണ് ഇഗ്നോറിങ് സംതിങ് കംപ്ലീറ്റ്ലി. ഇഗ്നോർ ചെയ്യുകയാണ്, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുകയാണെന്നുള്ള മീനിങ്. ഇനി അടുത്ത് അണ്ടർസ്റ്റാൻഡിങ് സംതിങ് കോംപ്ലിക്കേറ്റഡ്. ഒരു സാധനത്തിനെ, ഒരു കാര്യത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്, സംതിങ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ കാര്യം എന്ത് തന്നെയാണ്, മൈൻഡ് റീഡിങ് ആണ് അല്ലേ. ഒരു സ്റ്റുഡൻസിൻ്റെ മൈൻഡ് റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണോ? അല്ല, അതെന്താണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അല്ലേ, ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്. അപ്പം അണ്ടർസ്റ്റാൻഡിങ് സംതിങ് കോംപ്ലിക്കേറ്റഡ്, നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താ, നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ കാര്യം എന്താ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ നമുക്ക് പഠിച്ചു കയറണം അല്ലേ. അപ്പം നമ്മൾ അത്രയും ഡെഡിക്കേഷനോടെ ഇരുന്നിട്ട് എന്തുള്ളൂ, കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മീനിങ് എന്ത് വരുന്നത്, റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക. അപ്പം ഇതിൻ്റെ മീനിങ് എന്ത് വരും നമുക്ക്, അണ്ടർസ്റ്റാൻഡിങ് സംതിങ് കോംപ്ലിക്കേറ്റഡ്. കാരണം മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഹെഡ് എല്ലാം കൊടുത്ത് നമ്മുടെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡിങ് സംതിങ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ അതാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. കമ്പയറിങ് ടു തിങ്സ് ദാറ്റ് കനോട്ട് ബി കമ്പയർഡ്. കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് സാധനത്തിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. അങ്ങനെ ഒരു ഇഡിയം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു സാധനത്തിന് രണ്ട് സാധനം എടുത്തു വെച്ചിട്ട് അതിനെ തമ്മിൽ കമ്പയർ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ ഇഡിയമാണ് ഏതൊക്കെ, ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് എന്ന് പറഞ്ഞൊരു ഇഡിയം കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇഡിയംസ് ആണ് കേട്ടോ, ഇഡിയംസ് ആണ്, വേർഡ്സ് ആയിട്ട് പറയുന്നതല്ല. ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്, ആപ്പിൾസും ഓറഞ്ചസും. ഓക്കെ, അടുത്തെന്ത് നമുക്ക് പറയാം, ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസും പറയാം. അത് കഴിഞ്ഞ് എന്ത് പറയാം, ഡേ ആൻഡ് നൈറ്റ് പറയാം. ഡേ ആൻഡ് നൈറ്റ് ഇതെല്ലാം എന്താണ്, ഇഡിയംസ് ആണ് കേട്ടോ. ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഇഡിയംസ് ആണ്. ഡേ ആൻഡ് നൈറ്റ് ഉണ്ട്. ചോക്ക് ആൻഡ് ചീസ്, ചോക്ക് ആൻഡ് ചീസ് രണ്ടും നമുക്ക് എന്താണ്, നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു രണ്ട് സാധനമാണ്. ആപ്പിൾസിൻ്റെ ഉപയോഗം വേറൊന്നാണ്, ഓറഞ്ചസിൻ്റെ ഉപയോഗം വേറൊന്നാണ്. അപ്പോൾ അതിന് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യത്തിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത് കേട്ടോ. ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്, ഡേ ആൻഡ് നൈറ്റും ചോക്ക് ആൻഡ് ചീസും ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസും എല്ലാം എന്താണ്, കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യത്തിനെ കമ്പയർ ചെയ്യുക. ഇനി അടുത്ത് റിവീലിംഗ് എ സീക്രട്ട് നോബഡി നോസ്. ഒരു സീക്രട്ട്, ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നതിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്,
ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ് അല്ലേ, റിവീൽ ചെയ്യുന്ന ഒരു സീക്രട്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ റിവീൽ ചെയ്യും, നമ്മൾ ക്യാറ്റ് നമ്മൾ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ക്യാറ്റ് പുറത്ത് ചാടി, അപ്പോൾ എന്താണ് അതൊരു നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സാധനത്തിനെ പുറത്ത് ചാടുക എന്നുള്ളൊരു മീനിങ്. റിവീലിംഗ് എ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ലെറ്റ് ദ ക്യാറ്റ് പൂച്ച ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ്. ഓക്കെ, ഇതൊരു എന്താണ് ഇഡിയമാണ് കേട്ടോ. ഇതെല്ലാം ഇഡിയംസ് ആണ്. ഇതിൻ്റെ ഒരു മീനിങ് തർജിമയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ, മീനിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് മനസ്സിലായല്ലോ. അണ്ടർസ്റ്റാൻഡിങ് സംതിങ് കംപ്ലീറ്റഡ് ആണ്. റാപ്പിംഗ് മൈ ഹെഡ് അറൗണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹാവ് എ ബി ഇൻ യുവർ ബോണറ്റ്. ഹാവ് എ ബി ഇൻ യുവർ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്, തേനീച്ച, ഹണി ബിയിൽ ബി ആണ് ഉദ്ദേശിക്കുന്നത്. ഹാവ് എ ബി ഇൻ യുവർ ബോണറ്റ്. എന്താണ് ബോണറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തരം തൊപ്പിയാണ് കേട്ടോ. ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം തൊപ്പിയാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ കെട്ടാൻ പറ്റുന്ന ഒരു തരം തൊപ്പിയാണ് പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ഹാറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഇങ്ങനെയാണ് ബോണറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹാവ് എ ബി ഇൻ യുവർ ബോണറ്റ്, നമ്മൾ വച്ചിരിക്കുന്ന തലയിൽ ഒരു എന്താണ് ബോണറ്റിനകത്ത് ഒരു ബി ഉണ്ടെന്നാണ് പറയുന്നത്, ബി. അപ്പോൾ അതെന്ത് സിറ്റുവേഷനായിട്ട് മാറുവാടാ, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചിന്തിക്കാം. നമ്മുടെ തലയിൽ 100 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ ഓടായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ തലയിൽ വെച്ചിരുന്ന തൊപ്പിക്കകത്തും കുറേ എറുമ്പുകൾ അല്ലെങ്കിൽ കുറേ എന്താ പറയുക, നമ്മൾ ഇതുപോലെ ഉറുമ്പുകൾ അല്ലെങ്കിൽ എന്താണെന്ന് പറയാം, ബി ഇങ്ങനത്തെ തേനീച്ചകൾ ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബി ഉണ്ടെന്ന് വിചാരിച്ചാൽ അവരും ഒരു സൗണ്ട് ഉണ്ടാക്കും. നമുക്കുള്ള പ്രശ്നത്തിന് അധികമായിട്ട് എന്തൊക്കെയോ ഉണ്ടാവുന്നു. അപ്പം അങ്ങനെ ഒരു എന്ത് കാര്യത്തിനുമായിട്ട് നമുക്ക് തുല്യപ്പെടുത്താൻ നോക്കിയാൽ എന്താണ്, ബി പ്രീ ഓക്കുപ്പൈഡ് ഓർ ഒബ്സസ്ഡ് വിത്ത് സംതിങ്. ഒരു സാധനത്തിന് പ്രീ ഓക്കുപ്പൈഡ് ആണ്. നമ്മൾ ഓൾറെഡി എന്താണ്, നമ്മുടെ തലയിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്, പ്രീ ഓക്കുപ്പൈഡ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് വണ്ടും കൂടെ അവിടെ കിടന്ന് നമുക്ക് ഈ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ തലപ്രാന്ത് എടുക്കത്തില്ലേ, ആ ഒരു മീനിങ് ആണ് ബി പ്രീ ഓക്കുപ്പൈഡ് ഓർ ഒബ്സസ്ഡ് വിത്ത് സംതിങ്. ഒരു കാര്യത്തിൽ നമ്മൾ ഒബ്സസ്ഡ് ആവുകയാണ്, അതിൻ്റെ ഒരു മീനിങ് ആയിട്ടാണ് ഹാവ് എ ബി ഇൻ യുവർ ബോണറ്റ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒബ്സഷൻ ആണ്. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ അതിയായ അതിനോടുള്ള ഒരു എന്താ പറയുക ഇഷ്ടം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം, അതിനേക്ക് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിന് വേണ്ടി ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാവ് എ ബി ഇൻ യുവർ ബോണറ്റിൻ്റെ അർത്ഥം എന്താണ്, ബി പ്രീ ഓക്കുപ്പൈഡ് ഓർ ഒബ്സസ്ഡ് വിത്ത് സംതിങ് ആണ്. ഇനി അടുത്തൊരു നമ്മുടെ എന്തായാലും ഇതിൻ്റെ ആൻസർ ഇതാണ്. എന്നാലും നമുക്ക് ഓപ്ഷൻസ് ബാക്കി നോക്കാം. ടു ബി അപ്സെറ്റ് ഓവർ സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൺ ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഒരു സാധനം ഓൾറെഡി ഹാപ്പൺ ആയി, അതിനെക്കുറിച്ച് ആലോചിച്ച് അപ്സെറ്റ് ആവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഓക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓൾറെഡി ഹാപ്പൺ ചെയ്ത ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ സങ്കടപ്പെടുക അല്ലെങ്കിൽ അപ്സെറ്റ് ആയി ഇരിക്കുക എന്നുള്ളതിന് മീനിങ് ഏതാണ്, നമ്മുടെ ഇഡിയം ഏതാണ്, ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക്. കളഞ്ഞു പോയ പാലിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് സങ്കടപ്പെട്ടൊരു കാര്യമുണ്ടോ, അതെന്താണ്, കളഞ്ഞു പോയതല്ലേ, കാരണം കളഞ്ഞു പോയില്ലേ. ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി സ്പില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ കളഞ്ഞു പോയത്, കളഞ്ഞു പോയ മിൽക്കിനെ പറ്റി ഓർത്ത് നമുക്ക് അറിഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇല്ല. ക്രൈ ഓവർ ദ സ്പിൽഡ് എന്ന മിൽക്കിൻ്റെ മീനിങ് ആണ് ടു ബി അപ്സെറ്റ് ഓവർ സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൺ ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്സെറ്റ് ആവാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്തിനി ടു ടേക്ക് ഓൺ എ ടാസ്ക് ദാറ്റ് ഈസ് ടു ബിഗ് ഓർ ഡിഫിക്കൾട്ട്. ടേക്ക് ഓൺ എ ടാസ്ക് ദാറ്റ് ഈസ് ടു ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ബിഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. ഓക്കെ, അതെന്താണ്, ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇഡിയമായിട്ട് പറയുന്നത് എന്തിനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ടാസ്കിനെ എന്താണ് ടു ബിഗ് ആണ്, അത് ഡിഫിക്കൾട്ട് ആണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കറിയാം അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു ഡിഫിക്കൾട്ട് ടാസ്ക് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഇഡിയമിനെയാണ് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ എന്ന് പറയുന്ന ഒരു ഇഡിയമുണ്ട്. അതായത് നിങ്ങൾക്ക് ചവയ്ക്കാൻ കഴിയുന്ന, ച്യൂ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും ഉള്ള സാധനത്തിന് നിങ്ങൾ ബൈറ്റ് ഓഫ്, കഴിച്ചിറക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ബൈറ്റ് ഓഫ് എന്താ പറയുക, നമ്മൾ ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ എന്ന് തന്നെയാണ് പറയുന്നത്. ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾ ഫുഡ് വായിൽ വെക്കുകയാണ്. അത് നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നമുക്ക് ചവയ്ക്കാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് ഫുഡ് ഇറക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയെല്ലാം എന്ത് ചെയ്യും, അവിടെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കത്തില്ല. അപ്പോൾ ബൈറ്റ് ഓഫ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് വായിൽ കുത്തിക്കയറ്റി വയ്ക്കുകയാണ്, എത്രയും ചവയ്ക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, വായിൽ കുത്തി ഇറക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എന്താണ് ശരിക്കും പറഞ്ഞാൽ, ടേക്ക് ഓൺ എ ടാസ്ക് ദാറ്റ് ഈസ് ടു ബിഗ് ഓർ ഡിഫിക്കൽട്ട് ആണ്. അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും അത് തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ചെയ്യുന്നു എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ,
ഇനി അടുത്ത് നോട്ട് ഫീലിംഗ് വെൽ, ഞാൻ എൻ്റെ മൂഡിലല്ല, ഞാൻ ഇന്ന് ഒട്ടും എന്താണ് ഓക്കെ അല്ല, ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് പോകാനൊന്നും ഒരു മൂഡിലല്ല എന്ന് പറയത്തില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നതാണ് അണ്ടർ ദ വെതർ എന്ന് പറയും. അണ്ടർ ദ വെതർ, അതായത് ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പോയിരിക്കും, എന്താണ് മഴ പെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നല്ല ഒരു അടിച്ചുപൊളി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ വെതർ ചേഞ്ച് ആവുകയാണ്. സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു പെട്ടെന്ന് റെയിനി ക്ലൈമറ്റ് ആയി, അല്ലെങ്കിൽ റെയിനി ക്ലൈമറ്റ് ആയിരുന്നത് പെട്ടെന്ന് എന്തായി സണ്ണി ക്ലൈമറ്റ് ആയി. അപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എന്താണ് ചേഞ്ച് ആവുകയാണ്. അപ്പം നോട്ട് ഫീലിംഗ് വെൽ, പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ് അല്ലേ. ഫീലിംഗ് വെൽ, ഞാൻ ഓക്കെ അല്ല എന്ന് എപ്പോഴാണ് പറയുന്നത്, പെട്ടെന്നാണല്ലേ, നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്താണ് അണ്ടർ ദ വെതർ എന്നാണ് പറയുന്നത്. ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ മൂഡ് മാറുന്നു എന്നുള്ളൊരു മീനിങ് ആയിട്ട് ആലോചിക്കുക. നോട്ട് ഫീലിംഗ് വെൽ അണ്ടർ ദ വെതർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത് മാല ഡേഷ് ബൈ ചീറ്റിംഗ് ഓൺ ദ എക്സാം ടു വിൻ ഹർ ബെറ്റ് വിത്ത് പ്രിയ. ഓക്കെ, മാല എന്ന് പറയുന്ന ഒരു കുട്ടി പ്രിയയുമായിട്ട് എന്തോ ബെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ബൈ ചീറ്റിംഗ് ഓൺ ദ എക്സാമിനേഷൻ. അപ്പോൾ മാല എന്ത് ചെയ്തു, ചീറ്റ് ചെയ്തിട്ടായാലും ആ ബെറ്റിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നാണ് അവിടെ ഉള്ള ഒരു ഇഡിയം എന്തിനെയാണ് മെയിൻ ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്, ചീറ്റിങ്ങിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു വേർഡ് വരണം. അപ്പോൾ ആ ചീറ്റിങ്ങിന് ഉദാഹരണമായിട്ടുള്ള ഒരു ഇഡിയം നമ്മൾ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയേ. ഗെറ്റ് ദ സാക്ക്, എന്താ ഗെറ്റ് ദ സാക്കിൻ്റെ മീനിങ്? ഗെറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ചാക്ക് കെട്ട്. ഗെറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ ഓരോ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഇവരൊക്കെ എന്താണ് ഒരു ഫയൽ ബോർഡ്, ഒരു എന്താ ഒരു എന്താ പറയാൻ ചാർട്ട്, ഇങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് എന്താ പറയുക, ഓക്കെ, അങ്ങനെ ഒരു സാധനത്തിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, എടുത്ത സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി നമ്മൾ പോകാൻ നോക്കത്തില്ലേ, അതായത് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാക്കിനകത്ത് എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഇറങ്ങിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഡിസ്മിസ്ഡ് ആയി, നിങ്ങൾ ഡിസ്മിസ്ഡ് ഓർ ഫയേർഡ് ആയി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഫയേർഡ്, ഒരു കാർഡ്ബോർഡ് ബോക്സിലൊക്കെ നിങ്ങൾ എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഡിസ്മിസ് ആയതുകൊണ്ട് എല്ലാം ചെയ്തിട്ട് എല്ലാം കെട്ടിപ്പറക്കി നമ്മൾ പുറത്തിറങ്ങിയാണ്. ആ ഒരു മീനിങ് ആണ് ഗെറ്റ് ദ സാക്ക്. ഗെറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടി നമ്മൾ എന്ത് ചെയ്യുക, ചാക്കുവട്ടുമായിട്ട് വെളിയിൽ ഇറങ്ങിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നീ നിങ്ങൾ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ ഫയേർഡ് ആയി എന്നുള്ളൊരു മീനിങ് ആണ്. ഡിസ്മിസ്ഡ് ആയി, നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞു, ആ ഒരു മീനിങ് ആണ് ഗെറ്റ് ദ സാക്കിന് വരുന്നത്. അതേസമയം ഹിറ്റ് ദ സാക്ക് ആണെങ്കിൽ എന്താണ്, ഹിറ്റ് ചെയ്യുക. ഹിറ്റ് ദ സാക്ക്, പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു സാധനം, ചാക്കുകെട്ട് എന്ന് പറഞ്ഞാൽ പഞ്ഞിക്കെട്ട് പോലത്തെ സാധനത്ത് ഹിറ്റ് ആവുകയാണ്, നമ്മൾ ചെന്ന് വീഴുകയാണ്. ആ ഒരു മീനിങ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡിനെയാണ് സാക്കുമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഗോ ടു ബെഡ് എന്നുള്ളൊരു മീനിങ് ആണ്, ഉറങ്ങാൻ കിടന്നോ എന്നുള്ളൊരു മീനിങ് ആണ് ഹിറ്റ് ദ സാക്കിന് വരുന്നത്. അപ്പോൾ ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഗോ ടു ബെഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ഗെറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്മിസ്ഡ് അല്ലെങ്കിൽ ഫയേർഡ് ആണ്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഗോ ടു ബെഡ് ആണ് കേട്ടോ, ഗോ ടു ബെഡ് ആണ്. ഇനി അടുത്ത് ലുക്ക് ഡൗൺ അപ്പോൺ, ഒരു കാര്യത്തിന് നമ്മൾ ലുക്ക് ഡൗൺ ചെയ്യാണ്, ഒട്ടും നമുക്ക് തീരെ ഇഷ്ടമില്ലാതെ ലുക്ക് ഡൗൺ ചെയ്യുകയാണെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതെന്താ വരിക, പ്രത്യേകിച്ച് നമുക്ക് പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നുമില്ല. ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാതെ എന്ത് കാര്യം ചെയ്താലും തീരെ എന്ത് ചെയ്യുക, തരം കുറച്ച് കാണുക എന്നുള്ളൊരു മീനിങ് ആണ്. അത് പ്രത്യേകിച്ച് ഇടിയമൊന്നും പറയുന്നില്ല. ഇനി അടുത്ത് ഈ വരുന്ന ഹിറ്റ് ബിലോ ദ ബെൽറ്റ്. എന്താണ് ഹിറ്റ് ബിലോ ദ ബെൽറ്റ്? നമ്മുടെ ബെൽറ്റിന് താഴോട്ടുള്ള ഭാഗത്തിൽ ഹിറ്റ് ചെയ്യണം, അടിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നോർമലി അടിക്കുമ്പോൾ അവിടെ അടിക്കത്തുള്ളൂ, കയ്യിലൊക്കെ അടിക്കത്തുള്ളൂ. അപ്പോൾ അല്ലാതെ ഹിറ്റ് ബിലോ ദ ബെൽറ്റ്, ബെൽറ്റ് ധരിക്കുന്നതിന് താഴത്തെ പോർഷനിലേക്ക് നമ്മൾ അടിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഭയങ്കര അൺഫെയർ പ്രാക്ടീസ് ആണതൊരു, അല്ലേ, അതൊരു ശരിക്കും പറഞ്ഞാൽ അൺഫെയർ ആയിട്ടാണ് നടത്തുന്നത്, ഒരു ചീറ്റിംഗ് പോലെയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ബോക്സിങ്ങിലൊക്കെ താഴോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതൊരു പ്രശ്നം പോലെയാണ് അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊരു റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഒരു അൺഫെയർ പ്രാക്ടീസ് പോലെയാണ് എന്തിനെ പറയുന്നത്, നമ്മൾ ഹിറ്റ് ബിലോ ദ ബെൽറ്റിനെ പറയുന്നത്. ഓക്കെ, ഗോ ടു ബെഡ് എന്നുള്ളൊരു ഹിറ്റ് ബിലോ ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഇറലവൻ്റ് ആയിട്ടുള്ള അൺഫെയർ പ്രാക്ടീസാണ്, ഇറിലവൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിനാണ് കേട്ടോ, ഇറിലവൻ്റ് ആയിട്ടുള്ള, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അൺഫെയർ പ്രാക്ടീസാണ്. അപ്പോൾ ഇവിടെ ചീറ്റിംഗ് എന്ന് പറയുന്നതും അതുപോലെയല്ലേ, ഒരു ബെറ്റ് ജയിക്കാൻ നമുക്ക് ചീറ്റ് ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിറ്റ് ബിലോ ദ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു അൺഫെയർ പ്രാക്ടീസാണ്. എന്താണ്, ഹിറ്റ് ബിലോ ദ ബെൽറ്റ് ആണ്, ഹിറ്റ് ബിലോ ദ ബെൽറ്റ്. അപ്പം മാല ഹിറ്റ് ബിലോ ദ ബെൽറ്റ് ബൈ, അപ്പം എന്തോ ഒരു അൺഫെയർ പ്രാക്ടീസ് ചെയ്തു, അതായത് ചീറ്റിംഗ് ചെയ്തിട്ടാണ്, എക്സാമിന് ചീറ്റിംഗ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, പ്രിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബെറ്റിൽ വിജയിച്ചത് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ്, അൺഫെയർ വേയിലൂടെയാണ് ആൾ ജയിച്ചത് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് ഫെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ, ഫെൽ ഔട്ട് എന്താണ്, ഫെൽ ഔട്ട് എന്ന് പറയുന്നത്, ഫെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് ഭയങ്കരമായിട്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഫെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്പ്യൂട്ട് ഉണ്ടാവുക, ഡിസ്പ്യൂട്ട്, അതായത് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക,
ഒരാളെ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന മോഡിൽ സംസാരിക്കുക, അയാളെ അറ്റാക്ക് ചെയ്യുക, വഴക്ക് പറയുക, ആ ഒരു മീനിങ് ആണ് ഫെൽ ഔട്ട്. നമ്മുടെ യഥാർത്ഥ രൂപം നമ്മുടെ പുറത്ത് വരുന്നത് എപ്പോഴാണ്? നമ്മൾ ദേഷ്യപ്പെടുമ്പോഴാണ് അല്ലേ? ഫെൽ ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം പുറത്ത് വരുമ്പോൾ, അത് ദേഷ്യപ്പെടുമ്പോൾ, നമ്മൾ ഒരാളായിട്ട് വഴക്ക് കൂടുന്ന സമയത്ത്, ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയം, അയാളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, ആ ഒരു മീനിങ് ആണ് ഫെൽ ഔട്ടിന് വരുന്നത് കേട്ടോ. ഫെൽ ഔട്ടിന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോൾ ഡൗൺ അല്ലെങ്കിൽ ഫെൽ ഡൗൺ എന്നൊക്കെ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫെൽ ഡൗൺ, നമ്മൾ എന്ത് ചെയ്തു? തറയെ വീണു, കൊളാപ്സ്ഡ് ആയി. കൊളാപ്സ്ഡ്, നമ്മൾ എന്താണ്, പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ട് നമ്മൾ കൊളാപ്സ്ഡ് ആയ എന്നുള്ളൊരു മീനിങ്, അതായത് തലകറങ്ങി വീണു, ഡിസി ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മൾ വീണു എന്നുള്ളൊരു മീനിങ് ആണ് ഫെൽ ഡൗൺ കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ. ഫെൽ ഡൗൺ കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ ഡിസഗ്രി അല്ലെങ്കിൽ കോറൽ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഫെൽ ഔട്ടിന് വരുന്നത്. അത്ര മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന്റെ ആൻസർ അപ്പോൾ എന്താ പറയുക? മാല ഹിറ്റ് ബിലോ ദ ബെൽറ്റ് എന്നുള്ള മീനിങ്, അൺഫെയർ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള മീനിങ്. ഇനി അടുത്ത കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മൾ ആമും ലെഗും എല്ലാം കിടന്ന് നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് ചെയ്തു, നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇട്ടു എന്നുള്ള മീനിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ എഫേർട്ട് ഇടുക എന്ന് മാത്രമല്ല, കയ്യിൽ കിടന്നതും നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ആൻഡ് ആം ലെഗ്, നമ്മുടെ കൈ കൊടുത്തു അല്ലെങ്കിൽ കാല് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്തത്? ഇറങ്ങി തിരിച്ചതെന്നുള്ളൊരു മീനിങ് വരുന്നത് എങ്ങനെയാണടാ? നമ്മളെന്ന് വെച്ചാൽ അതെന്താണ്? ടു ബി വെരി എക്സ്പെൻസീവ്. നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്തത്? കൈയും കാലും എന്നൊക്കെ പറയണം. അത് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുകയാണ്. ആ ഒരു മീനിങ്, ആ ഒരു തർജിമ അങ്ങനെയാണ് വരുന്നത്. ആമിലെയും ലെഗിലെയും എല്ലാം, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സാധനം വാങ്ങുകയാണെന്നുള്ളൊരു മീനിങ്. നമ്മളെ മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യാണ്? കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങുക എന്നുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ടു ബി വെരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യത്തിൽ നമ്മൾ അത്ര എക്സ്പെൻസ് കൊടുത്ത് വാങ്ങി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്തെന്താണ്? കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്. അപ്പോൾ എന്താണ്? ടു ബി ഇൻഎക്സ്പെൻസീവ് ആണോ? ഒരിക്കലും അല്ല. നമുക്ക് എന്തായി? നല്ലൊരു കോസ്റ്റ് ആയി. ആമിൽ ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ആലോചിക്കുക, കയ്യിലും കാലിലും കിടന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുത്തിട്ടാണ് അത്രയും കോസ്റ്റ് ആയെന്ന് വെച്ചാൽ, ആഭരണങ്ങൾ ഊരി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വീട് വാങ്ങിച്ചത്. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ ടു ബി വെരി എക്സ്പെൻസീവ്. അപ്പം ഇൻഎക്സ്പെൻസീവ് അല്ല. ഇനി അടുത്ത് ടു ബി മോഡറേറ്റ്ലി പ്രൈസ്ഡും അല്ല. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അഫോർഡ് ചെയ്യാൻ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള പൈസ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും അല്ല. അപ്പോൾ ഏതാ ആൻസർ? ടു ബി വെരി എക്സ്പെൻസീവ് ആണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഇഡിയംസ്. ബ്ലോയിങ് സ്മോക്ക്. ബ്ലോയിങ് സ്മോക്ക് വെറുതെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പമ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിൽ, എപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് വരത്തില്ലേ? ബ്ലോയിങ് സ്മോക്ക്, ചുമ്മാ പുക ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ ആ ഒരു മീനിങ് ആണ് കേട്ടോ. ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക, ചുമ്മാ ഇങ്ങനെ തള്ളു പറഞ്ഞുകൊണ്ടിരിക്കുക, ആ ഒരു മീനിങ് ആണ് പറഞ്ഞത്. ബ്ലോയിങ് സ്മോക്ക്, ബ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിന് ബ്ലോയിങ് ചെയ്യുക എന്നുള്ള, ഊതി വിടുക എന്നുള്ളൊരു ആ ഒരു മീനിങ് ആണ് കേട്ടോ. സ്മോക്ക് മാത്രം ഇങ്ങനെ ഊതി വിട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ, അതിൻ്റെ അകത്തുള്ള ഒരു സത്യവും ഇല്ല, ചുമ്മാ ഇങ്ങനെ കള്ളത്തനം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്മോക്ക്, നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സാധനം ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത് വരും? ടു ടീസ് സമ്മൺ റിലൻലെസ്ലി ആണോ? അതല്ല അല്ലേ. ഒരാളെ കളിയാക്കുകയാണോ? അല്ല. ടീസ് ചെയ്യുക അല്ല ചെയ്യുന്നത്. ബ്ലോയിങ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ ടീസ് ചെയ്യുക അല്ല. ഹൈഡ് സംതിങ് ആണോ? എന്തെങ്കിലും ഒന്ന് മറച്ചു വയ്ക്കുകയാണോ ചെയ്യുന്നത്? ഒന്ന് മറച്ചു വയ്ക്കില്ല. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ടെന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ അതുമല്ല, ടീസ് ചെയ്യുന്നതല്ല. ടീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക? ഇറിറ്റേറ്റ് ചെയ്യുക, അന്നോയ് ചെയ്യുക, നമ്മളെപ്പോഴും അയാളെ കുറിച്ച് ഇങ്ങനെ കുത്തി ഇരിക്കുക, ആ ഒരു മീനിങ് ആണ് ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വയ്ക്കുക. ബേൺ സംതിങ് ഇമ്പോർട്ടൻറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് സാധനത്തിന് കത്തിച്ച് കളയാനാണോ? ബ്ലോയിങ് സ്മോക്ക് നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കും, സ്മോക്കൊക്കെ വരുന്നത് എപ്പോഴാണ്? നമ്മൾ എന്തെങ്കിലും കത്തിക്കുമ്പോഴാണ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അതുമല്ല. ഇനി ബ്ലോയിങ് സ്മോക്കിൻ്റെ കറക്റ്റ് ആൻസർ എന്താ? ടു ലൈറ്റ് ടു പെർപ്ലെക്സ് അതേഴ്സ്. ചുമ്മാ ഇങ്ങനെ എന്താണ്? തള്ളു പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ടു ലൈറ്റ് ടു പെർപ്ലെക്സ് അതേഴ്സ്. എന്താണ് പെർപ്ലെക്സിൻ്റെ മീനിങ്? നമ്മൾ പഠിച്ചിട്ടില്ലേ? കൺഫ്യൂസ് ചെയ്യുക, ഒരാളെ എന്ത് ചെയ്യുക? ഇങ്ങനെ കോംപ്ലക്സ് കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആക്കി വെക്കുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ. കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പെർപ്ലെക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ടു ലൈറ്റ് ടു പെർപ്ലെക്സ് അതേഴ്സ്, മറ്റൊരാളെ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് അയാൾ എന്ത് ചെയ്യുക? വെറുതെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുക, ചുമ്മാ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, സ്മോക്ക് ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അയാൾ എന്ത് ചെയ്യുക? കള്ളത്തനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ലൈ എന്ന് പറഞ്ഞാൽ കള്ളത്തനം കേട്ടോ, കള്ളത്തനം. ആ ഒരു മീനിങ് ആണ് എന്തിന് വരുന്നത്? ബ്ലോയിങ് സ്മോക്കിന് വരുന്നത്. അപ്പോൾ അത്രയും വേർഡ്സ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇഡിയംസ് അത്രയാണ് പറയുന്നത്. ഇനി അടുത്തെന്താണ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കേണ്ടത്. റൈസിങ് ആൻ ആം അഗെയിൻസ്റ്റ് ആൻ അതോറിറ്റി. ഒരു അതോറിറ്റിക്ക് അഗെയിൻസ്റ്റ് നമ്മൾ കൈ പൊക്കിയിട്ട് എന്താണ്? അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഓക്കെ, അതായത് ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അതോറിറ്റി, ഒരു
കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. റൈസ് എ ഹാൻഡ് അഗെയിൻസ്റ്റ് അതോറിറ്റി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നമ്മൾ കൈ പൊക്കിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അതിൻ്റെ മീനിങ് ആണ് ഇൻസറക്ഷൻ. ഇൻസറക്ഷൻ, അതിൻ്റെ ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻസറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻസറക്ഷൻ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇൻകറക്ഷൻ, എന്തെങ്കിലും ഒരു ഇൻകറക്ഷൻ വന്നു. നിങ്ങളിപ്പോൾ എക്സാം എഴുതിയാൽ എന്തെങ്കിലും ഇൻകറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് എത്ര അതോറിറ്റിയാണ്, അതായത് നിങ്ങളുടെ ഭാഗത്താണ് ആ ഒരു കറക്ഷൻ ഉള്ളതെങ്കിൽ, ഇൻകറക്ഷൻ നിങ്ങൾക്ക് അതൊരു ഇൻകറക്ഷൻ ആയിട്ട് കിട്ടിയെങ്കിൽ നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? കൈപൊക്കി ചോദിക്കുമല്ലോ, എൻ്റെ മാർക്ക് എന്താ ഇവിടെ കുറഞ്ഞതെന്ന്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പോയെങ്കിലും ചോദിക്കത്തില്ല, എന്തുകൊണ്ട് എനിക്ക് ഇവിടെ മാർക്ക് കിട്ടി, ആ മറ്റേ കുട്ടിക്ക് മാർക്കുണ്ട്, നമുക്ക് എന്താ ഇല്ലാത്ത. ആ ഒരു രീതിയിൽ നമ്മൾ റൈസ് എ ഹാൻഡ് അഗെയിൻസ്റ്റ് അല്ലേ ചെയ്യുന്നത്. എന്താണ് ഒരു നീതി അല്ലാത്ത ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ എന്തായാലും സംസാരിക്കും. അപ്പം അങ്ങനെ ആലോചിച്ച് ഇൻകറക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസറക്ഷൻ നടക്കുമ്പോൾ, ഇൻഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഷുവർ അല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വോയിസ് അഗെയിൻസ്റ്റ് ചെയ്യണം അല്ലേ? നമ്മുടെ വോയിസ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക തന്നെ വേണം. ആ ഒരു മീനിങ് ആണ് കേട്ടോ റൈസിങ് ആൻ ആം അഗെയിൻസ്റ്റ് ആൻ അതോറിറ്റി എന്ന് വെച്ചാൽ ഇൻസറക്ഷൻ ആണ്. ഇനി എ പ്ലേസ് വെയർ മാൾട്ട് ലിക്വർ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, മാൾട്ട് ലിക്വർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിന് എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നത്. അതായത് കള്ളുണ്ടാക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈ ബിയർ ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. മാൾട്ട് ലിക്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൾട്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ഇതുപോലത്തെ മാൾട്ടിങ് കേട്ടോ. മാൾട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണ്? ഇതുപോലെ ഈ ഇതൊക്കെ വാറ്റൊക്കെ ഉണ്ടാക്കി എടുക്കുക, അതായത് ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനമൊക്കെ ഇങ്ങനെ എന്താ വാറ്റിയെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ മാൾട്ടിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ലിക്കറൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു മീനിങ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് പ്രോസസ്സാണത്? ബ്രൂവറി എന്നാണ് പറയുന്നത്. കോഫി ബ്രൂവറി എന്നും നമ്മൾ പറയാറുണ്ട്. ഇവിടെ എന്താണ്? മാൾട്ട് ലിക്കർ ഉണ്ടാക്കുന്നത്. ആ പ്ലേസിനെ പറയുന്നത് എന്ത് തന്നെയാണ്? ബ്രൂവറി എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. ബ്രൂ ചെയ്തെടുക്കുകയാണെന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അതിപ്പോൾ കോഫിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പറയാറുണ്ട്. അപ്പോൾ ബ്രൂവറി എന്നുള്ള മീനിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക? ആലോചിക്കുക. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ ടാനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാനറി, ബ്രൂവറി എന്ന ബ്രൂ ചെയ്തെടുക്കുകയാണ് അല്ലേ? ബ്രൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുന്ന കാര്യത്തിനാണ് ബ്രൂവറി എന്ന് പറയുന്നത്. അതുപോലെ ടാനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെതർ ലൈക്ക് സാധനങ്ങൾ. ടാനറി എന്ന് പറഞ്ഞാൽ ലെതർ ലൈക്ക് സാധനം, അതായത് അനിമൽസിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന സാധനമുള്ള ലെതർ ജാക്കറ്റ്സുകൾ, ലെതർ ബെൽറ്റുകൾ, ലെതർ ഷൂസ് ഒക്കെ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് ടാനറി എന്ന് പറഞ്ഞാൽ. അപ്പം ലെതർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അനിമൽസിൽ നിന്ന് കിട്ടുന്ന ലെതർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സ്ഥലത്തിനെയാണ് ടാനറി എന്ന് പറയുന്നത്. നമ്മുടെ ലിക്കറൊക്കെ ഉണ്ടാക്കുന്ന, ബിയറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തിനെയാണ് ബ്രൂവറി. ബിയർ എന്നൊക്കെ ആലോചിക്കുക, ബിയർ എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് ചിന്തിക്കുക. ഇനി അടുത്ത സ്പീച്ച് വിത്തൗട്ട് പ്രയർ പ്രിപ്പറേഷൻ. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നമ്മൾ സ്പീച്ച് പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പണ്ടൊക്കെ നമ്മൾ കോമ്പറ്റീഷനൊക്കെ ചേരുമായിരിക്കും അല്ലേ? എക്സ്റ്റംപോർ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്പോട്ടിൽ നമുക്ക് എന്ത് തരും? ഒരു പ്രസംഗിക്കാനുള്ളൊരു ടോപ്പിക്ക് തരും. ഇലക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് വരും അല്ലേ? ഇലക്യൂഷനും ഉണ്ട്, എക്സ്റ്റംബർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കും. എലക്യൂഷനും ഉണ്ട്, എക്സ്റ്റംബർ എന്ന് പറയുന്ന സാധനങ്ങളും ആ സമയത്ത് നമ്മൾ കൊച്ചിലേക്ക് പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളുകളിൽ വെക്കാറുണ്ട്. അപ്പം എലക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നിരിക്കും, അതിൽ നമ്മൾ കാണാതെ എന്ത് ചെയ്യണം? എസ്സേ പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരണം, ഒരു സ്പീച്ച് പ്രിപ്പയർഡ് ആയി വരണം, എന്നിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതിനാണ് എലക്യൂഷൻ എന്ന് പറയുന്നത്. സ്പീച്ച് ചെയ്യാനുള്ള ഒരു കഴിവാണ് അവിടെ നോക്കുന്നത്. അതേസമയം എക്സ്റ്റംബർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻസ് നമ്മൾ വന്ന് എന്ത് സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് വരുന്നത് കേട്ടോ. വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ, നമ്മളൊക്കെ എന്താണ് വളരെ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ വന്ന് സംസാരിക്കുന്ന ഒരു കാര്യം. അപ്പം അതിനെന്താ പറയുക? എക്സ്റ്റംബോർ എന്ന് പറയും. വിത്തൗട്ട് പ്രയർ പ്രിപ്പറേഷൻ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ സംസാരിക്കുന്നവരെയാണ് എക്സ്റ്റംബോർ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റ്റംബോർ. ഓക്കെ, അടുത്ത് എ ഗവൺമെന്റ് ബൈ ദ നോബിൾസ് എല്ലാവരും കൂടെ നടത്തുന്ന ഒരു ഗവൺമെന്റിനെ നമ്മൾ എന്താ പറയുക? നോബിൾസ് എന്ന് പറഞ്ഞാൽ അവർ അത്ര എന്താണ് ഭയങ്കരമായിട്ട് പോഷായിട്ടുള്ള ആൾക്കാരെയാണ് അല്ലേ? നമ്മുടെ ഹൈലി അഫ്ലുവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നോബിൾ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര നമ്മൾ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ അവർക്ക് ഒരു സ്വന്തമായിട്ട് റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്ന അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള, അത്രയും ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നോബിൾ പീപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നടത്തുന്ന ഗവൺമെൻറ് നമുക്ക് എന്ത് പറയാം? നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? ഡെമോക്രസിയിലാണ്. ഡെമോക്രസിയാണ്. എല്ലാ ആൾക്കാരും ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡെമോക്രസിയിലാണ്. അതേസമയം എന്താണ്? അരിസ്റ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നോബിൾസിന്റെ ഗ്രൂപ്പാണ് കേട്ടോ. നോബിൾസിന്റെ ഗ്രൂപ്പിന് അരിസ്റ്റോക്രസി എന്ന് പറയും. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ ഒലിഗാർക്കി എന്താ പറയുക നമ്മൾ? ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ്സിൻ്റെ ആണ്. ചെറിയ ഗ്രൂപ്പ്, അതായത് ഏറ്റവും നല്ല ഗ്രൂപ്പുകൾ, ഏറ്റവും കുറച്ച് ഗ്രൂപ്പുകൾ, ഭയങ്കര ഹൈലി അഫ്ലുവൻ്റ് ആയിട്ടുള്ള മറ്റ് അതർ ഗ്രൂപ്പ്സുകൾ ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ട് തോന്നി ചെയ്യുന്നതാണ് ഒലിഗാർക്കി എന്ന് പറയുന്നത്. അരിസ്റ്റോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നോബിൾ പീപ്പിൾസ്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പീപ്പിൾസിൻ്റെ ഒരു സാന്നിധ്യത്തോട് ചെയ്യുന്നത്. അതുപോലെ പിന്നെ എന്തുണ്ട്? അരിസ്റ്റോക്രസി,
ഒളിഗാർക്കി നോ. ഓക്കെ ഓക്കെ, അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഇനി അടുത്ത എ പേഴ്സൺ ഹൂ ലീവ്സ് ബൈ ഹിംസെൽഫ്. ഹൂ ലീവ്സ് ബൈ ഹിംസെൽഫ്, സ്വന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്തെന്ന് പറയാം നമുക്ക്? റെക്ലൂസ്. റെക്ലൂസ് റെക്ലൂസ് എന്ന് പറയാം. ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ച് എന്താണ്, വേറെ ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാം, ഭയങ്കരമായിട്ടും സെൽഫ്ലി ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന, ലോൺലി ആയിട്ട് താമസിക്കുക, ഐസൊലേറ്റഡ് ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്ലൂസ് എന്ന് പറയുന്നത് കേട്ടോ. റെക്ലൂസ് ക്ലൂസ് റെക്ലൂസ്. ഓക്കെ, റെക്ലൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത് ഓക്കെ ഓക്കെ ആൻറ്റോണിയംസ് നമുക്ക് നോക്കാം. വുഡ് യു പ്ലീസ് സപ്പോർട്ട് മീ ഫോർ ഓൺസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ആൻറ്റോണിയംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് നോക്കേണ്ടത്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് വുഡ് യു പ്ലീസ് സപ്പോർട്ട് മീ ഫോർ വൺസ് ഇൻ യുവർ ലൈഫ്. ഒരിക്കലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാമോ, ഒരിക്കലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാമോ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. സപ്പോർട്ടിൻ്റെ വേറൊരു മീനിങ് ആണ്, അതായത് നെഗറ്റീവ് വേർഡാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സപ്പോർട്ടിൻ്റെ മറ്റൊരു വേർഡ്, സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുക അല്ലേ, കംഫേർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കംഫേർട്ട് ചെയ്യുക. സിനോണിംസ് നോക്കുകയാണെങ്കിൽ കംഫേർട്ട് ചെയ്യുക, നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യത്തിനും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് ഏതിന് വരുന്നത്? കംഫേർട്ട് ചെയ്യുക എന്നുള്ളതിന്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ളതിന് വരിക. ഇനി അടുത്ത് ഇവിടെ നോക്കുമ്പോൾ എസ്റ്റാബ്ലിഷ് എന്തിൻ്റെ മീനിങ് ആടാ? ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കൊണ്ടുവരികയാണ്, ലോഞ്ച് ചെയ്യുകയാണ്, ലോഞ്ച് ചെയ്യുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഒരു മീനിങ് ആണ് ഏതിന് വരുന്നത്? എസ്റ്റാബ്ലിഷിന് വരുന്നത് കേട്ടോ. എസ്റ്റാബ്ലിഷിന് വരുന്നത് ലോഞ്ച് ചെയ്യുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെഫ്യൂട്ടിൻ്റെ മീനിങ് എന്താണ്? റെഫ്യൂട്ട് ചെയ്യുക. റെഫ്യൂട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അപ്പം സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് സഹായിക്കുക. റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എഗെയിൻസ്റ്റ് വേർഡ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? റെഫ്യൂസ് ചെയ്യുക. റെഫ്യൂട്ട് ചെയ്യുക, റെഫ്യൂസ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഓക്കെ, ഒട്ടും നമ്മളെ എന്ത് ചെയ്യുക, നമ്മളൊരു കാര്യത്തിന് ഹെൽപ്പ് ചോദിച്ച് പോയാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? റിജക്റ്റ് ചെയ്ത് കളയുക. നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് റെഫ്യൂസ് ചെയ്ത് കളയുക, റെഫ്യൂട്ട് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ആ ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്, നമ്മുടെ റെഫ്യൂട്ടിന് വരുന്നത് കേട്ടോ. അവോയ്ഡ് ചെയ്യുക ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, റിജക്റ്റ് ചെയ്യുക, ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, ആ ഒരു മീനിങ്. ഇനി അടുത്ത് കംഫേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിനോണിയമാണ്, സപ്പോർട്ടിൻ്റെ സിനോണിയമാണ്. ഇനി അടുത്ത് എൻക്രോച്ച് ചെയ്യുക. എൻക്രോച്ച്, ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം? അങ്ങ് മുഴുകിയെത്തുക എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും ഇൻവോൾവ് ചെയ്യുക. എൻക്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെ, സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ആണ് ഇത് പറഞ്ഞത്. ഇതിൻ്റെ സിനോണിം, ഇതിൻ്റെ ആൻറ്റോണിംസ് ആണ് നമ്മൾ റെഫ്യൂട്ടിൻ്റെ അവോയ്ഡ്, റിജക്റ്റ്, ഒപ്പോസ് ചെയ്യുക. ഇതെല്ലാം ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞാൽ നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെന്നുള്ളൊരു മീനിങ് ആണ്. ഒപ്പോസ് ചെയ്യുക എന്ന് പറയും, കോൺട്രഡിക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും കേട്ടോ. എന്ത് കാര്യം വന്നാലും അതിനെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യാണ്ട് കോൺട്രഡിക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാണ്ട് വെറുതെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോൺട്രഡിക്റ്റ് ചെയ്യുക. അതെല്ലാം എന്തിൻ്റെ മീനിങ്, എന്തിൻ്റെ ഇതാണ്? സപ്പോർട്ടിൻ്റെ ഓപ്പോസിറ്റ് വേർഡായ റെഫ്യൂട്ടിൻ്റെ ഒരു മീനിങ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. റെഫ്യൂട്ടിൻ്റെ, റെഫ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അവോയ്ഡ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക, കോൺട്രഡിക്റ്റ് ചെയ്യുക, സപ്പോർട്ടിന് പകരമായിട്ട് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ട്. ഇനി അടുത്ത് എൻക്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻക്രോച്ച്, ഇതിൽ കണ്ടോ ക്രോച്ചിൽ തന്നെ ഒരു കോക്രോച്ച് ഒളിഞ്ഞിരിക്കുന്നത്. എൻക്രോച്ച് ചെയ്യുക, കോക്രോച്ച്. കോക്രോച്ച് എപ്പോഴും എന്താണ്? നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ ഒക്കെ രാത്രി എണീറ്റ് വരുന്ന ഒരു ജീവിയാണ് അല്ലേ, നമ്മുടെ പറന്ന് കളിക്കുക അങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. എപ്പോഴും നമ്മുടെ പ്രൈവസിയിൽ ഇൻവേഡ് ചെയ്യാതെ, എവിടെ നോക്കിയാലും കാണും ഒരു കോക്രോച്ച് അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ. അപ്പം ഇൻവേഡ് ചെയ്യുക, അതായത് ട്രെസ്പാസ് ചെയ്യുക എന്ന് വെച്ചാൽ പോകാൻ പറ്റാത്തവർ നമ്മുടെ വീട്ടിൽ വന്ന് കടന്നു കയറി ജീവിക്കുകയാണ് അല്ലേ. എന്തൊരു സാധനത്തിനെ പൂട്ടി വെച്ചാലും അവിടെ കാണും. അപ്പം അങ്ങനെ ട്രെസ്പാസ് ചെയ്യുക. കാരണം നമ്മളടുത്ത് പറയത്തില്ലേ, ഈ ഒരു ഏരിയ ട്രെസ്പാസിനുള്ള ഏരിയ അല്ല, ഈ ഒരു ഫോറസ്റ്റ് ട്രെസ്പാസിങ്ങിന് അലൗഡ് അല്ല, അതായത് അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ എൻക്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുകയാണ്? അടിച്ചു കയറുകയാണ്, അടിച്ചടിച്ച് കയറി പോവുകയാണ്. ആ ഒരു മീനിങ്. ഇൻവേർഡ് ചെയ്യുക എന്താണ്? അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറും, ആ ഒരു മീനിങ്. അപ്പോൾ കോക്രോച്ച് ആണെന്ന് ആലോചിക്കുക. കോക്രോച്ച് എപ്പോഴും എന്താണ്? നമ്മുടെ സ്പേസിനെ ഇൻവേർഡ് ചെയ്ത് ജീവിക്കുകയാണ്. ട്രെസ്പാസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുകയാണ്, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും, അറിയാമല്ലോ, ഇവിടെ അടങ്ങിയിരിക്കുകയില്ല, അങ്ങനത്തെ ഒരു ജീവിയാണ് കോക്രോച്ച്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് എൻക്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവേഡ് ചെയ്യുക, ട്രെസ്പാസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലേക്ക് ആലോചിക്കുക. ഓക്കെ, ഇൻവേഡ് ചെയ്യുക, ട്രെസ്പാസ് ചെയ്യുക, അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഇനി അടുത്ത വേർഡിലേക്ക് കടക്കാം. ഹൗ ക്യാൻ യു ബി സോ ജോയ്ലെസ് ഓൺ ഹിയറിംഗ് ദ ന്യൂസ്. ഇത്രയും ഒരു വലിയ ന്യൂസ് കേട്ടിട്ട് നിനക്ക് എങ്ങനെ ജോയ്ഫുൾ ആവാതെ ഇരിക്കാൻ പറ്റുന്നു? നല്ലൊരു സന്തോഷമായിട്ട് ജോയ്ലെസ് ആയിട്ടിരിക്കുന്ന എന്താ? ജോയ്ലെസ്. ഓക്കെ, ജോയ്ലെസ്, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ഹാപ്പിനെസ് ലെസ് ആയിട്ടിരിക്കുക.
ഒട്ടും ഇല്ലാണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു മീനിങ് ആണ് ഹിയറിംഗ് ദ ന്യൂസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ജോയ്ലെസ് എന്ന് പറഞ്ഞാൽ സന്തോഷമില്ല, അതായത് എന്താണ് സാഡ്, ഗ്ലൂമി, ഡിപ്രസ്ഡ് ആയിട്ട് ഒട്ടും സന്തോഷം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സാഡ്, സോംബ്രെ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള വേർഡ്സ് ആണ് കേട്ടോ. സോംബ്രെ, സോബർ ചെയ്യുക, എന്തിനാ വെറുതെ വിഷമിച്ചിരിക്കുക, സോബർ ചെയ്യുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ. സോംബർ ചെയ്യുക, സോബ്രെ ചെയ്യുക. പിന്നെ എന്താ വേറൊരു വാക്കെന്ന് പറഞ്ഞാൽ മെലങ്കോളി, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സിനോണിംസും കൂടെ പറയുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. മെലങ്കോളിയൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, മെലങ്കോളി, സോംബ്രയൊക്കെ, സോബർ, മെലങ്കോളി, സോബ്ര എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യം എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ജോയ്ലെസ്സിൻ്റെ സിനോണിംസ് ഇതൊക്കെയാണ്. സാഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക, ഹാപ്പിനെസ്സിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു മീനിങ് വരുന്ന എന്താണെന്ന് നോക്കണം. ബ്ലിസ് എന്ന് പറഞ്ഞ വേർഡ് എന്താ, ബ്ലസ്, ഭയങ്കര ബ്ലിസ്ഫുൾ ആണെന്ന് പറയത്തില്ല, ഭയങ്കര സന്തോഷമാണ്, ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഭയങ്കര ബ്ലിസ്ഫുൾ ലൈഫാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ലൈഫ്, അതിനെന്താ പറയുന്നത്, ജോയ്ഫുൾ ആയിട്ടുള്ള, ജോയിയസ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, എൻജോയബിൾ ആയിട്ടുള്ള, എക്സ്ട്രീംലി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ. അതായത് ചിയർഫുൾ ആയിട്ടുള്ള, പ്ലസൻ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് അവിടെ പറഞ്ഞത് കേട്ടോ. പ്ലസൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ് അവിടെ വരുന്നത്. ഓക്കെ, ബ്ലിസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ്. ഓക്കെ, ഇതാണ് ബ്ലിസ്ഫുൾ, ജോയിയസ്, ചിയർഫുൾ, പ്ലസൻറ്റ്. ബ്ലിസ്ഫുൾ, ഹാപ്പിനെസ് എന്നുള്ള ഒരു അൾട്ടിമേറ്റ് മീനിങ് ആണ്. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് അവിടെ വരുന്നത് കേട്ടോ. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ബീമിങ്, ബീം ചെയ്യുക, ബീമിങ് ചെയ്യുക, ബീം പെട്ടെന്ന് പ്രകാശിക്കുക എന്നുള്ളൊരു മീനിങ് അല്ലേ ബീമിങ്ങിന്. അതായത് സ്മൈൽ ചെയ്യുക, പെട്ടെന്ന് ഒരു പെട്ടെന്നാണ് ലൈറ്റ് വന്നത്, അപ്പോൾ എന്താണ് ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു സമയം, ഗ്രിന്നിങ് ഒക്കെ പോലെയുള്ള, ചെറുതായിട്ടൊന്ന് ചിരിക്കുക. ഓക്കെ, ചെറുതായിട്ടൊന്ന് ചിരിക്കുക, സന്തോഷിക്കുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വരിക, സ്മൈലിംഗ് ബ്രോഡ്ലി അല്ലെങ്കിൽ ഗ്രിന്നിങ് ആണ്. സ്മൈൽ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബീമിങ് ചെയ്യുക, ബീം ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചിരിക്കുക. ഓക്കെ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത റാപ്റ്റ്. റാപ്റ്റിൻ്റെ മീനിങ് എന്താണ്, റാപ്റ്റ് ചാമിങ് ആയിട്ടുള്ള, ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ. ഫാസിനേറ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റ്, നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. റാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, റാപ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ടും ചാംഡ് ആയിട്ടുള്ള, ചാമിങ് ആയിട്ടുള്ള, എൻത്രാൽഡ് ആയിട്ടുള്ള, ത്രില്ലിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻത്രാൽഡ് ആയിട്ടുള്ള, ത്രിൽഡ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അതിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളെയാണ് ഫാസിനേറ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നു, നമുക്ക് ഭയങ്കരമായിട്ടും അത് വേണമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു രീതിക്കുള്ളതിനെയാണ് റാപ്റ്റ് എന്ന് പറയുന്നത്. റാപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസിനേറ്റിംഗ് ആണ്, ചാമിങ് ആണ്, എൻത്രിൽഡ്, നമുക്ക് ത്രില്ലിങ് തോന്നുന്ന ഒരു കാര്യങ്ങളാണ്, എൻത്രാൽഡ് ആണ്, ആ ഒരു മീനിങ്ങിലൊക്കെ ആലോചിക്കുക. ഓക്കെ, അത്രയാണെന്ന് മനസ്സിലായല്ലോ. ഡ്യൂബിയസ് എപ്പോഴും പറയുന്നതാണ്, എന്താണ്, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം. ഡ്യൂബിയസ് ആയിട്ടുള്ള, ഡൗട്ട്ഫുൾ, ഫിഷി ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് കേട്ടോ. കൺഫ്യൂസ് ചെയ്യുക, ഫിഷി ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഫിഷി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ. അപ്പോൾ ജോയ്ലെസ്സിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജോയ്ലെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ബ്ലിസ്ഫുൾ ആണ് കേട്ടോ. ബ്ലിസ്ഫുൾ, ജോയിയസ്, ചിയർഫുൾ, പ്ലസന്റ്, ഹാപ്പിനെസ്. ഓക്കെ, ഇനി അടുത്ത ആന്റോണിയം, ജെന്റിൽമാൻ ഓൾവേസ് ഗോ ഫോർ എ ലോഫുൾ അപ്രോച്ച്. അപ്പോൾ ഇവിടെ ഇതിൽ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇതിൻ്റെ ഒരു മീനിങ്, ലോഫുൾ എന്ന് പറയുന്നതിൻ്റെ, ഓക്കെ, ലോഫുൾ എന്ന് പറയുന്നതിൻ്റെ നമുക്ക് ഓപ്പോസിറ്റാണ് ഈ ഒരു അണ്ടർലൈൻ, അതായത് ഈ ഒരു ഡാഷിൽ നമുക്ക് എഴുതേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ലോഫുൾ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടോ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കണ്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ജെന്റിൽമാൻ ഓൾവേസ് ഗോ ഫോർ എ ലോഫുൾ അപ്രോച്ച്. ജെന്റിൽമാൻ എന്ന് പറയാൻ തന്നെ കാര്യം എന്താണ്, അവരെല്ലാം ചെയ്യുന്നത് എന്തായിരിക്കും, ഭയങ്കര പ്ലസൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഹാപ്പിയോടെ ആയിരിക്കും, അല്ലെങ്കിൽ അതിലെന്തായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ജെന്റിൽമാൻ ഓൾവേസ് ഗോ ഫോർ എ ലോഫുൾ അപ്രോച്ച് എന്ന് പറയുന്നത്. ബട്ട് റോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോഗുകൾ, റോങ് ആയിട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമുക്ക് ക്രിമിനൽസ് എന്ന് പറയാം. ക്രിമിനൽസ്, അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ജെന്റിൽമാൻ്റെ ഓപ്പോസിറ്റ് ആണ് റോഗ്സ്, സ്കൗണ്ട്രൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ്. ഏറ്റവും വൃത്തികെട്ടവർ എന്നുള്ളൊരു മീനിങ്, അത്രയും മോശപ്പെട്ട ആൾക്കാർ, ക്രിമിനൽസ്, സ്കൗണ്ട്രൽസ്, ഭയങ്കരമായിട്ടുമുള്ള ഇങ്ങനത്തെ പ്രശ്നക്കാരെന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത് കേട്ടോ. പ്രശ്നക്കാരെന്നുള്ളൊരു, ഡിസോണസ്റ്റ് ആയിട്ടുള്ള, റാസ്കൽ ആയിട്ടുള്ള ആൾക്കാർ, ഡിസോണസ്റ്റ് ആയിട്ടുള്ള,
അതായത് എന്താണോ ജെന്റിൽമാൻ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെയാണ് റോഗ്സ് എന്ന് നമ്മൾ പറയുന്നത്. റോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് റോഗ്സ് എന്ന് പറയുന്നത്. അപ്പം ജെന്റിൽമാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ലോഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ലോഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ലോ റിലേറ്റഡ് ആയിട്ടുള്ള, ഫെയർ, ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയത്തില്ലേ, ലോഫുൾ. എങ്ങനെയാണോ ലോ പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും ആര്? ജെന്റിൽമാൻസ്. അങ്ങനെയാണെങ്കിൽ റോഗ്സ് എങ്ങനെയായിരിക്കും? വേസ് ടു സോൾവ് പ്രോബ്ലം, എപ്പോഴും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവരെങ്ങനെ, ഏത് മെത്തേഡെ സ്വീകരിക്കുകയുള്ളൂ? ക്രിമിനൽസ് ഒക്കെ. അത് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. മോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമിച്ചിരിക്കുക അല്ലേ? മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മോർണിംഗ് എന്ന് പറഞ്ഞാൽ സാഡ്, മോർണിംഗ്, രാവിലെ എന്നുള്ള ഒരു മോർണിംഗ് അല്ല. URN എന്ന് പറഞ്ഞാൽ മോൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ സാഡ് ആയിരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. സാഡ്, ഡിപ്രസ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൂമി, സാഡ്, ഡിപ്രസ്ഡ്, അതാണ് മോൺ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രീവ് കേട്ടോ, ഗ്രീവ്, തീരെ അതിയായ സങ്കടം, നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ഒരു സങ്കടമായിട്ടുള്ള ഒരു മീനിങ് ആണ് ഗ്രീവ്. ഭയങ്കരമായിട്ടും വിഷമമായിട്ട് ഫീൽ ചെയ്യുന്ന, അതാണ് മോണിൻ്റെ അർത്ഥം. അപ്പോൾ അതല്ലല്ലോ ഇവിടെ വരേണ്ടത്. ഇനി അടുത്ത് മിർത്ത്. മിർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിർത്ത്, ഭയങ്കരമായിട്ടും ചിരിക്കുമ്പോൾ നമ്മൾ നീ ഒന്ന് നിന്റെ നിർത്ത് എന്താണ്? ഭയങ്കരമായിട്ട് ഓവർ ജോയ്ഫുൾ ആണ്, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, ലാഫ് ചെയ്യുന്നു, ഭയങ്കര സന്തോഷത്തിനെയാണ്. മിർത്ത് എന്ന് പറഞ്ഞാൽ ഗ്ലീ എന്നൊക്കെ നമ്മൾ പറയും. നേരത്തെ പറഞ്ഞ ജോയിയസ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ജോയ്, ഹാപ്പിനെസ് എന്നുള്ളൊരു മീനിങ് ആണ് മിർത്തിനും വരുന്നത്. മിർത്ത്, നീ ഒന്ന് നിർത്ത്, നിന്റെ ഇത്രയും ചുമ്മാ പൊട്ടിച്ചിരിക്കാണ്ട് നിർത്തുന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പം നിർത്ത് ആലോചിക്കുക. ഓവർ ജോയ്ഫുൾ ആണ്, ഗ്ലീ ആണ്, ഗ്ലീ, സന്തോഷം, ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ലാഫർ, സന്തോഷം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത് ഇല്യൂഷൻ. ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് വരുന്നില്ലേ? ഇല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഹാലൂസിനേഷൻ, നമുക്ക് തോന്നുന്നതാണ്. ഇല്യൂഷൻ തോന്നുന്നതാണ്, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഹാലൂസിനേഷൻ. അത് കഴിഞ്ഞ് എന്ത് പറയാം? മിറാഷ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ? മിറാജ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഡിസേർട്ടിലൊക്കെ കാണുന്ന മിറാഷ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഡിസേർട്ട് എന്ന് പറയുമ്പം ഇങ്ങനെ മരുഭൂമിയിൽ വെള്ളം ഉണ്ടെന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ എന്താണ്? ഇല്യൂഷനാണ്, നമുക്ക് തോന്നുന്ന അവസ്ഥകളാണ് കേട്ടോ. മെൻ്റൽ ഒരു തോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹാലൂസിനേഷൻ, മിറാജ് എഫക്റ്റ് ഒക്കെ. ഓക്കെ, ഇനി അടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മാറി. ഇനി അടുത്ത് ഇലിസിറ്റ് ഉണ്ട്. ഇലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ അല്ലാത്തത് അല്ലേ? ഇല്ലിസിറ്റ് ഡോട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലീഗൽ അല്ലാതെ ഉണ്ടായ കുഞ്ഞുങ്ങൾ. ഇല്ലെജിറ്റിമേറ്റ് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. ഇല്ലെജിറ്റിമേറ്റ്, ഇല്ലീഗൽ എന്നുള്ളൊരു മീനിങ്, ഇലിസിറ്റ് എന്നുള്ളൊരു മീനിങ്. ഇതെല്ലാം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇലിസിറ്റ് എന്നുള്ളതിനാണ് കേട്ടോ. അതായത് ഇവിടെ ലോഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ലോ അല്ലാത്തത്, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇലിസിറ്റ് എന്ന് പറയുന്നത്. ഇല്ലെജിറ്റിമേറ്റ്, ലോഫുൾ അല്ലാത്ത കാര്യങ്ങൾ, ആ ഒരു മീനിങ് വരുന്നത് കേട്ടോ. ഇല്യൂഷൻ, ഓക്കെ, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പം ജെന്റിൽമാൻ ലോഫുൾ ആണെങ്കിൽ റോഗ്സ് എപ്പോഴും എന്തായിരിക്കും? ഇല്ലീഗൽ അല്ലെങ്കിൽ ഇലിസിറ്റ് ആയിരിക്കും. ഇലിസിറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദർ ഈസ് ഓൾസോ ആൻ ഇൻക്രീസ് ഇൻ ജുവനൈൽ ഡെലിങ്ക്വസി. ജുവനൈൽ ഡെലിങ്ക്വസിക്കുള്ള എന്താണ്? ഓൾസോ ആൻ ഇൻക്രീസ് ഇൻ ജുവനൈൽ ഡെലിങ്ക്വസി എന്ന് പറഞ്ഞാൽ ഡെലിങ്ക്വൻസി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളിൽ, ഡെലിങ്ക്വൻസി എപ്പോഴും എന്താണ്? ജുവനൈൽ പ്രശ്നങ്ങളാണ് കൂടുതൽ എന്നുള്ളൊരു മീനിങ്. നമുക്ക് എപ്പോഴും പരിഹരിക്കേണ്ടത് ഇങ്ങനത്തെ ജുവനൈൽ ഡെലിങ്ക്വസി ആണെന്നുള്ള കാര്യം പറയുമ്പോൾ, ജുവനൈൽ എന്ന് പറഞ്ഞ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ജുവനൈൽ കോടതികൾ എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ജുവനൈൽ ഹോമിലേക്ക് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പോൾ കുഞ്ഞു കുട്ടിയുടെ ഏറ്റവും എൻറ്റോണിയം എന്ന് പറയുന്നത് ഏതാണ്? അഡൾട്ട് അല്ലേ? കുഞ്ഞു കുട്ടിയിലാണ് ഏതൊക്കെ വരുന്നത്? ടീനേജ്, ചൈൽഡ്, ഇതൊക്കെ എന്താണ്? കുഞ്ഞെന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ടീനേജ്, ചൈൽഡ്, ജുവനൈലൊക്കെ കുഞ്ഞു കുട്ടികൾ, അഡൾട്ട് അല്ലാത്ത കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജുവനൈലായിട്ട് പറയുന്നത് കേട്ടോ. ടീനേജ് ഒക്കെ ഇതിൻ്റെ സിനോണിയംസ് ആണ്. അഡൾട്ടാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് പ്യുരൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുരൈൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഇമ്മച്വർ ആയിട്ടുള്ള, ചൈൽഡിഷ് ആയിട്ടുള്ള, ഭയങ്കര എന്താണ്? ചൈൽഡിഷ് ആണ്. ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാക്കാൻ രീതി ഇല്ലാത്ത, ഭയങ്കര എന്താണ്? ഈ കർക്കശ പിടിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ടല്ലോ, എപ്പോഴും വാശി കാണിക്കുന്ന ആരാ? കൊച്ചു കുട്ടികളാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്യുരൈൽ എന്ന് പറയുന്നത്. ചൈൽഡിഷ് ആണ്, ഇമ്മച്വർ ആണ്, സില്ലി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സില്ലി ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പ്യുരൈൽ. ഓക്കെ, ഇനി അടുത്ത് മൈനർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? മേജർ, വലുതായവർ, മൈനർ ആയതുകൊണ്ട് അവരെ കേസിൽ നിന്ന് വിട്ടെന്നൊക്കെ പറയാറില്ലേ? 18 വയസ്സിൽ താഴെയുള്ളവരെ, അതിനെയാണ് മൈനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അല്ലേ? മൈനർ. അപ്പം ജുവനൈലിൻ്റെയൊക്കെ സിനോണിയമായിട്ട് മൈനറും
ടീനേജും പ്യുരൈലും ഒക്കെ വരും. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? അഡൾട്ടാണ്, വലുതെന്നുള്ളൊരു അർത്ഥമാണ്. പ്യുരൈലിൻ്റെ മീനിങ് ആണ് ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നത്. അതെന്താണ്? ഇമ്മച്വർ, ചൈൽഡിഷ്, സില്ലി ആയിട്ടുള്ള കുഞ്ഞു കുട്ടികളുടെ ബിഹേവിയർ എന്നുള്ള മീനിങ് കേട്ടോ. ഓക്കെ, അടുത്ത വേർഡ് എൻറ്റോണിയം. ബോത്ത് ദ ലേഡീസ് ഇൻഡൽജ്ഡ് ഇൻ വെഹിമെന്റ് സ്ക്രീമിങ് ഫോർ സെവറൽ മിനിറ്റ്സ്. ബോത്ത് ദ ലേഡീസ്, രണ്ട് ലേഡീസും ഇൻഡൽജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ചെയ്യുക? മുഴുകിയിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഇൻഡൽജ് ചെയ്യുക, മുഴുകുക, അതിൽ തന്നെ ഇങ്ങനെ എന്തോ കംപ്ലീറ്റ്ലി നമ്മുടെ അങ്ങ് ഇറങ്ങി അങ്ങ് ഇരിക്കുകയാണ്, ഇൻഡൽജ് ചെയ്തിരിക്കുകയാണ്, അങ്ങ് പ്രസ്സായി നിൽക്കുകയാണെന്നുള്ള മീനിങ്. ഇൻഡൽജ് ചെയ്ത് നിൽക്കുകയാണ്. ഇൻ വെഹിമെന്റ് സ്ക്രീമിങ് ഫോർ സെവറൽ മിനിറ്റ്സ്. ഒരുപാട് നേരമായിട്ട് അവർ നിലവിളിച്ച് എന്തോ ആഘോഷിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ്? ബോത്ത് ലേഡീസ് ഇൻഡൽജ്ഡ് ഇൻ വെഹിമെന്റ് സ്ക്രീമിങ്. എന്തോ ഒരു ഷോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബിലോ അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനിടയിൽ അവർ ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യുകയാണ്. വെഹിമെന്റ് സ്ക്രീമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ടും അത്രയും പാഷനേറ്റ് ആയിട്ട് നിന്ന് എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ഭയങ്കരമായിട്ടും സൗണ്ട് എടുത്തൊക്കെ എന്ത് ചെയ്യാണ്? ആഘോഷിക്കുകയാണെന്നുള്ളൊരു മീനിങ് ആണ്. സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ആംഗ്രി, ഭയങ്കര ബോൾഡ്ലി. വെഹിമെന്റിന്റെ മീനിങ് എന്തൊക്കെ വരും? ബോൾഡ്ലി ആയിട്ട്, ഭയങ്കര ആംഗ്രിലി ആയിട്ട് ഷൗട്ട് ചെയ്യുകയാണ്, അത്രയ്ക്കും സൗണ്ട് ഉണ്ടാക്കുകയാണ്, സ്ക്രീം ചെയ്യുകയാണ്, അത്ര ലൗഡ് ആയിരിക്കുകയാണ് അല്ലേ? ആ ഒരു മീനിങ് ആണ്. അപ്പൊ എന്ത് പറയാം നമുക്ക്? ഓക്കെ, ഇൻഡൽജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗീവ് ഓൺ സെൽഫ് ടു, നമ്മൾ അതിൽ തന്നെ അങ്ങ് മുഴുകിയിരിക്കുക. ഗീവ് ഓൺ സെൽഫ് ടു എന്നുള്ളൊരു മീനിങ് ആണ്. ഗീവ് ഓൺ സെൽഫ് ടു, നമ്മുടെ സെൽഫ് അത്രയും നമ്മൾ എന്തിനു കൊടുക്കുകയാണ്? നമ്മൾ ആ ഒരു ആക്ടിവിറ്റിക്കായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെഹിമെന്റിന്റെ മീനിങ് എന്താണ്? ബോൾഡായിട്ട്, ഭയങ്കര ആംഗ്രി ആയിട്ട് ഷൗട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് വെഹിമെന്റ് എന്ന് പറയുന്നത്. ഇൻറ്റൻസ് ആയിട്ട് ഒട്ടും കുറയ്ക്കാതെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട്. ഇതിൻ്റെ സിനോണിയമാണ് പാഷനേറ്റ്. ഓക്കെ, ഭയങ്കരമായിട്ട് അതിൽ തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ആയി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എന്താണ്? സ്മാഷ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്മാഷ് ചെയ്യുക. പൊട്ടറ്റോ സ്മാഷ് ചെയ്തു, അടിച്ച് പരത്തി എന്നുള്ളൊരു മീനിങ്. സ്മാഷ് ചെയ്യുകയാണ്. സ്മാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതല്ല, അപ്പം അടിച്ച് പരത്തുകയല്ലല്ലോ ചെയ്യുന്നത്, സ്ക്രീം ചെയ്യുകയാണ്. എങ്ങനെ സ്ക്രീം ചെയ്യുകയാണെന്നുള്ളൊരു മീനിങ് ആണ്. ബോൾഡ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ കാലം താഴെ, ഒട്ടും ബോൾഡ് അല്ലാത്ത രീതിയിൽ എന്നുള്ളൊരു മീനിങ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്. റിലേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേബിൾ ഫ്രണ്ട്, അമിക്കബിൾ ഫ്രണ്ട്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ. റിലേബിൾ, നമുക്ക് എപ്പോഴും കംഫോർട്ട് ചെയ്യാൻ എത്താൻ പറ്റും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ആ ഒരു മീനിങ് ആണ് റിലേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതുമല്ല വരുന്നത്. പിന്നെ എന്താണ്? മൈൽഡ് പണിഷ്മെന്റ് അല്ലേ? സ്ലാപ്പ് ഓൺ റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മൈൽഡ് പണിഷ്മെന്റ് ആണ്. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ? മൈൽഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും എന്താണ്? ഭയങ്കര ഓവർ അല്ലാത്ത, ഏറ്റവും മൈൽഡ് എന്ന രീതിയിൽ, പാവം പോലെ, കാമായിട്ട്, ഭയങ്കര പീസ്ഫുൾ ആയിട്ട്, മൈൽഡായിട്ട്, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ, ഒട്ടും ലൗഡ് അല്ലാണ്ട് പറയുന്ന കാര്യങ്ങളാണ് മൈൽഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെഹിമെന്റിന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെ വരും? വെഹിമെന്റിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? മൈൽഡ്. വെഹിമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡായിട്ട്, ലൗഡ്ലി ആണ്. മൈൽഡ് എന്ന് പറഞ്ഞാൽ പാവം പോലെ, ഇന്നസെന്റ് ആയിട്ട്. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇനി അടുത്ത സിനോണിംസ് ആണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ദ സ്കങ്ക് ഹാഡ് എ കോൺസ്പിക്യുവസ് സ്പൈനൽ സ്ട്രൈപ്പ്. ഓക്കെ, കോൺസ്പിക്യുവസ്, അതാണ് നമുക്ക് നോക്കേണ്ടി വരും. സ്കങ്ക് എന്ന് പറഞ്ഞ ഒരു തരം ഒരു ജീവിയാണ് കേട്ടോ. ഈ റൈറ്റ് ലൈക്ക് സ്ട്രക്ചർ, മുള്ളം പന്നിയൊക്കെ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു കുഞ്ഞ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതിൻ്റെ ദേഹത്ത് മൊത്തം എന്താണ്? സ്പൈനൽ സ്ട്രൈപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. സ്പൈനൽ, അതായത് മുള്ള് വരുന്ന ഒരു തരം സ്പൈനുകൾ എന്താണ്? ഭയങ്കരമായിട്ടും തെളിഞ്ഞ് കാണാമെന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. സ്കങ്ക് എന്ന് പറഞ്ഞ ഒരു അനിമലാണ് കേട്ടോ. ലാൻഡ് അനിമലാണ്, ടെറസ്ട്രിയൽ അനിമലാണ്. ഹാഡ് എ കോൺസ്പിക്യുവസ് സ്പൈനൽ. കോൺസ്പിക്യുവസ് എന്ന് പറഞ്ഞാൽ സ്പൈനൽ സ്ട്രൈപ്പ് ഉണ്ട്, ആ വരകളുണ്ട്. എന്തൊക്കെ? സ്പൈനിന്റെ തുടർച്ചയ്ക്കുള്ള ഒരു വരകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് മീനിങ് ചെയ്യുന്ന? കോൺസ്പിക്യുവസ് എന്നുള്ളൊരു മീനിങ് ആണ്. കോൺസ്പിക്യുവസിന്റെ മീനിങ് എന്താണ്? ക്ലിയർ എന്നുള്ളൊരു മീനിങ് ആണ്. കോൺസ്പിക്യുവസ് എന്ന് പറഞ്ഞാൽ ക്ലിയർഫുൾ ആയിട്ടുള്ള കാര്യം. കോൺസ്പിക്യുവസ്. ഇൻകോൺസ്പിക്യൂസ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആയിട്ടുള്ളത്. കോൺസ്പിക്യൂസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് ഇൻകോൺസ്പിക്യൂസ് എന്ന് പറയും. ഒട്ടും ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, ഒട്ടും ക്ലിയർ അല്ലാത്ത. ഇതെന്താണ്? ക്ലിയർ ആയിട്ടുള്ള, എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ക്ലിയർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത, അപ്പോൾ ഇതിന്റെ മീനിങ് ഇവിടെ എന്ത് വരും? ഇതിന്റെ മീനിങ്, അതിന്റെ നേരായ മീനിങ് ആണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സ്ക്യൂറിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇൻകോൺസ്പിക്യൂസ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഏത് വന്നേനെ? ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും അണ്ടർസ്റ്റാൻഡബിൾ അല്ലാത്ത കാര്യം. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ അല്ലാത്ത കാര്യങ്ങൾ. ഒബ്സ്ക്യൂർ നമുക്ക് അറിഞ്ഞുകൂടാ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അൺക്ലിയർ ആയിട്ടുള്ള, അൺസെർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ.
ഇൻകോൺസ്പിക്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഏതിൻ്റെ അർത്ഥം? ഒബ്സ്ക്യൂറിൻ്റെ അർത്ഥങ്ങൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതൊക്കെ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സിനോണിയംസ് ആണ്. തിരിഞ്ഞു പോകരുത് എപ്പോഴും. അർത്ഥവും ചോദിച്ചാൽ അർത്ഥം തന്നെ എടുക്കുക. ചാമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു മീനിങ് ആണ്. ബ്യൂട്ടിഫുൾ, പ്രിറ്റി, അതുപോലത്തെ നല്ല എന്താണ് ഭംഗിയുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത് നോട്ടീസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് എന്താണത്? ക്ലിയർ ആയിട്ടുള്ള കാര്യമല്ലേ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാം മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോൺസ്പിക്യൂസിൻ്റെ സിനോണിയം ഏതാ വരിക? നോട്ടീസബിൾ. നമുക്ക് അറിയാൻ പറ്റുന്ന, ക്ലിയർ ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പക്കയായിട്ടുള്ള കാര്യങ്ങളെയാണ് നോട്ടീസബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിൻറ്റ് ആവുക, തല കറങ്ങി വീഴുക അല്ലേ. നമുക്ക് എന്താണ്? ഡിസിനെസ് തോന്നുക. ഡിസിനെസ് എന്താണ്? വിയറി ആയിട്ട് ഫീൽ ചെയ്യുക, ടയേർഡായിട്ട് ഭയങ്കരമായിട്ട് തല കറങ്ങി വീണു, ഫെയിൻ്റ് ആയി, നമ്മൾ ഫെൽ ഡൗൺ ചെയ്തു. ഓക്കെ, ഫെൽ ഡൗൺ ചെയ്തു, ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ആൻസർ എന്തോ വരും? ദ കോൺസ്പിക്യൂസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള കാര്യം, നോട്ടീസബിൾ എന്ന് പറഞ്ഞാലും ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ആ ഒരു രീതിക്ക് ആലോചിക്കുക. ഇനി അടുത്ത, ഹി ഈസ് ജസ്റ്റ് ജെലസ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഗെറ്റ് പിക്ക് ഫോർ ദ ജോബ്. ജോബിന് വേണ്ടി പിക്ക് ചെയ്തില്ല. ഹി ഈസ് ജസ്റ്റ് ജെലസ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഗെറ്റ് പിക്ക് ഫോർ ദ ജോബ്. മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളിക്ക് എന്ത് തോന്നി? ജെലസ് തോന്നി. അവനെ എടുത്തു, എന്നെ എടുത്തില്ല. ജെലസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്താണ്? ഒരു എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരാൾക്ക് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവുകയല്ലേ. ഈഗോ ക്ലാഷ്, ആ ജെലസ് ഫീൽ തോന്നുക, നമുക്കൊരു അസൂയ തോന്നുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ആ ഒരു മീനിങ് ആണ് ജെലസ്. അസൂയ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിനോണിയം എന്ന് പറയാൻ ഏതാ ഉള്ളത് ഇവിടെ? ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻവിയസ്. ഐ എം എൻവിയസ് ഓഫ് ഹിസ് ടാലൻസ് എന്ന് പറയത്തില്ലേ. അവൻ്റെ ടാലൻറ്റിൽ എനിക്ക് ഭയങ്കര എൻവിയസ് ആണ്. എൻവിയസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്, ആകെ ഞാൻ ജലസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. ആ ഒരു മീനിങ് തന്നെയാണ് ഏതിന് വരുന്നത്? ജലസിന് വരുന്നത്. എൻവയസ് എന്ന് പറയുന്നത് ജലസിൻ്റെ സിനോണിയമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എൻവിയസ് ആണ് കേട്ടോ, എൻവിയസ് ആണ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീഡി അത്യാഗ്രഹമാണ്. അസൂയയും അത്യാഗ്രഹവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഗ്രീഡി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജലസ് അല്ല. ഗ്രീഡി അത്യാഗ്രഹമാണ്. ഒരു സാധനത്തിനോട് നമുക്കുള്ള അതിയായ ഒരു ഇഷ്ടമാണ്, അതിനോടുള്ള ഭയങ്കര അത്യാർത്തി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഫുഡിനോട് നമുക്ക് ഓവർ ഗ്രീഡിനെസ് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ആഭരണത്തിനോട് ഭയങ്കര ഇത് തോന്നാം, ഡ്രസ്സിനോട് തോന്നാം. അങ്ങനെ ഗ്രീഡി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാഗ്രഹം തോന്നാം. മറ്റേ ആൾ ഇങ്ങനെ ഇതുപോലെ ചെയ്തു, എനിക്കും അങ്ങനെ ചെയ്യണം, ആ ഒരു ആഗ്രഹമാണ്. ഓക്കെ, ആ ഒരു മീനിങ് ആണ് വരുന്നത് ഗ്രീഡി. ഇനി അടുത്ത് സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീഡി എന്ന് പറയുന്നതിന് വേറൊരു മീനിങ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടോണസ് എന്ന് പറയാം കേട്ടോ. ഗ്ലൂട്ടോണസ് എവിടെയെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഗ്രീഡിക്ക് മറ്റൊരു വേർഡ് ഗ്ലൂട്ടോണസ്, അതിയായ എക്സ്ട്രീം ഗ്രീഡിനെസ്സിനെയാണ് ഗ്ലൂട്ടോണസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്ലൂട്ടോണസ്, ഗ്രീഡി. ഓക്കെ, ഇനി അടുത്ത സ്പൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന, സ്പൈറ്റ് ചെയ്യുന്ന, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതെന്ന് നമ്മൾ പറയത്തില്ലേ. സ്പൈറ്റ്ഫുൾ ആയിട്ടുള്ള, മീനായിട്ടുള്ള, നാസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്പൈറ്റ്ഫുൾ എന്ന് പറയുന്നത് കേട്ടോ. സ്പൈറ്റ്ഫുൾ എന്ന് പറയുന്നത് മെലീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട്, സ്പൈറ്റ്ഫുൾ ആയിട്ട്, ആരോ വെറുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഹേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? സ്പൈറ്റ്ഫുൾ കാര്യങ്ങളെന്ന് പറയുന്നത്. സ്പൈറ്റാണ്, ആ ആൾക്ക് നമ്മളടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വെറുപ്പാണ്. മീനാണ്, നാസ്റ്റിയാണ്, മലീഷ്യസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്ന കാര്യം. ഞാൻ സസ്പീഷ്യസ് ആണ്, നീ എന്തോ കള്ളത്തനം മറച്ചു വെക്കുന്നുണ്ട്, എന്തോ ഒരു സീക്രട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? ഫിഷി ആയിട്ടുള്ള, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, ഡ്യൂബിയസ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് കേട്ടോ. സസ്പീഷ്യസ്, ഡൗട്ട് തോന്നുകയാണ്, എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് ആ ആളുടെ കാര്യത്തിൽ, ആ ഒരു മീനിങ് ആണ് ഇവിടെ. അപ്പോൾ എന്താ വരിക? എൻവിയസ് ആണ് കറക്റ്റ് അർത്ഥമായിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് ദ തണ്ടറസ് അപ്ലോസ് എക്കോഡ് ത്രൂ ദ സ്റ്റേഡിയം. എന്താണ് തണ്ടറസ് ആയിട്ടുള്ള അപ്ലോസ്? എക്കോഡ്, എല്ലാവരും ഭയങ്കരമായിട്ടും എന്ത് ചെയ്യാണ്? ഇടിമുഴക്കുന്ന ശബ്ദത്തിലൂടെ എന്ത് ചെയ്യണം? ക്ലാപ്പ് ചെയ്യുകയാണെന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്ലോസ് ചെയ്യുകയാണ്, എന്ത് ചെയ്യാണ്? എക്കോഡ് ത്രൂ ദ സ്റ്റേഡിയം. ആ സ്റ്റേഡിയം മൊത്തം എന്ത് ചെയ്യണം? അത് എക്കോ ചെയ്യുകയാണ്. എക്കോ ചെയ്യുന്നതിൻ്റെ വേറൊരു മീനിങ് എന്താണ്? റിവർബറേറ്റഡ് എന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ. റിവർബറേറ്റഡ്. അപ്പോൾ എക്കോഡിൻ്റെ മറ്റൊരു മീനിങ് എന്താണ്? റിവർബറേറ്റഡ് ആണ് കേട്ടോ. റിവർബറേറ്റഡ്, വൈബ്രേറ്റ് ചെയ്തു എന്നൊന്ന് ആലോചിക്കുക. റിവർബറേറ്റഡ് എന്ന് ആലോചിക്കുമ്പോൾ വൈബ്രേറ്റിങ്ങിൻ്റെ ഒരു മീനിങ് അല്ലേ. എക്കോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേഷൻ ഉണ്ടാവുക, ഒരു താളം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനൊരു മോഡ് ഓഫ് ട്യൂൺ ഉണ്ടാവുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. റിവർബറേറ്റഡ് ആണ്. ഇനി അടുത്ത് റീകോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഒന്ന് സഡൻ ആയിട്ട് പെട്ടെന്നൊന്ന് റീകോയിൽ ആവുക, പെട്ടെന്നൊന്ന് ഫ്ലിഞ്ച് ബാക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സഡൻ ഒരു
റീബൗണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ. റീബൗണ്ട്, റീകോയിൽഡ്. പെട്ടെന്നാണ് എനിക്ക് ആ ഒരു കാര്യം ഞാൻ ഒന്ന് മനസ്സിൽ തട്ടി ഞാൻ പെട്ടെന്നൊന്ന് മാറി നിന്നത്. ഇവിടെയൊക്കെ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഫ്ലിഞ്ച് ബാക്ക് ചെയ്യും. ഫ്ലിഞ്ച് ബാക്ക്, ഫ്ലിഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പെട്ടെന്ന് ഞെട്ടിത്തെരിച്ച് ഞാൻ ബാക്കിലോട്ടാവും. അയ്യോ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. റീകോയിലാവുക, പെട്ടെന്നാണ് എനിക്ക് അതൊന്ന് സ്ട്രൈക്ക് ആവുന്നത്. അയ്യോ ഇങ്ങനെ നിന്നാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും? സ്ട്രൈക്ക് ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ റീബൗണ്ട് ചെയ്യും. റീബൗണ്ട്, ബൗണ്ട്ഫുൾ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്നിട്ടുള്ള കാര്യം, സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം. റീബൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ട് നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ റീകോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാലും റീബൗണ്ടിൻ്റെ സെയിം മീനിങ് ആണ്. എന്ന് പറഞ്ഞാൽ സഡൻലി ഫ്ലിഞ്ച് ബാക്ക് അല്ലെങ്കിൽ റീബൗണ്ട്, സ്പ്രിങ് ബാക്ക് ചെയ്യുക, പെട്ടെന്ന് ഞെട്ടി ബാക്കിലോട്ട് ആവുക, ആ ഒരു മീനിങ് ആണ്. ഇനി അടുത്ത അവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവേർഷൻ, ഭയങ്കരമായിട്ടും അവേർഷൻ ചെയ്യുക. അവേർഷൻ, ആ ഒരു വേർഷനോട് നമുക്ക് എന്ത് തോന്നുകയാണ്? ദേഷ്യം തോന്നുകയാണ്, ഡിസ്ലൈക്ക് ചെയ്യുകയാണ്. ഡിസ്ലൈക്ക് ചെയ്യുക, വേർഷൻ. അങ്ങനെ ആലോചിക്കാം, ഓരോ വേർഷൻ മാറും തോറും നമുക്ക് ദേഷ്യം വരും അല്ലേ? നമ്മൾ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, വേറൊരു വേർഷൻ വരുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും. ഓട്ടോമാറ്റിക്കലി എന്താണ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു വേർഷൻ നമ്മൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്നു, പെട്ടെന്ന് ആ വേർഷൻ മാറുന്ന സമയത്ത് അവേർഷൻ നടക്കുന്നു. ആ വേർഷൻ നടന്നപ്പോൾ നമുക്ക് ഡിസ്ലൈക്ക് ആയെന്നുള്ളൊരു മീനിങ്ങിലേക്ക് ആലോചിക്കുക. ഇനി അടുത്ത ലോത്തിങ്. ലോത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ ഭയങ്കര ഡിസ്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡിസ്കസ്ഡ് അബൌട്ട് യു എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വെറുക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. ഹാട്രഡ്, ലോത്തിങ് എന്ന് പറഞ്ഞാൽ ഡിസ്ഗസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹാട്രഡ്, ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുക ഒരു കാര്യത്തിനോട്. ഡിസ്ഗസ്റ്റ് ചെയ്യുക, ഹാട്രഡ് തോന്നുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ. എക്കോയിഡിൻ്റെ അർത്ഥം റിവർബറേറ്റഡ് ആണ്, ബാക്കിയുള്ളതിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു പോയത്. എക്കോ ചെയ്തു, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായി എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അടുത്ത വേർഡിലേക്ക് കടക്കാം. ദ സെറ്റിംഗ് സൺ ടേൺ ദ കാം ഓഷ്യൻ ഇൻ ടു എ സീ ഓഫ് ഗോൾഡ്. ഓക്കെ, സെറ്റിംഗ് സൺ, അതായത് സൺസെറ്റ് ഉണ്ടാകുന്നില്ലേ, ആ സമയത്ത് കാമായി കിടന്ന ഓഷ്യൻ എന്തായിട്ട് മാറി? ഒരു സീ ഓഫ് ഗോൾഡ് ആയിട്ട് മാറി. ഭയങ്കരമായിട്ട് തിളക്കമുള്ളതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി അല്ലേ? തിളക്കമുള്ളതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി, സീ ഓഫ് ഗോൾഡ് ആയി മാറി. അപ്പോൾ കാമിൻ്റെ സിനോണിയമാണ് നമുക്ക് വേണ്ടത്, എന്ന് വെച്ചാൽ അർത്ഥമാണ് നമുക്ക് അറിയേണ്ടത്. എന്താ വരിക? കാം എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാസിഡ് എന്ന് പറഞ്ഞ മീനിങ് ആണ് പറഞ്ഞത് കേട്ടോ. പ്ലാസിഡ്, ഭയങ്കര പ്ലേസ്ഫുൾ ആയിട്ട്, പീസ്ഫുൾ ആയിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ട്, കാം ആയിട്ടിരിക്കുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. കാം എന്ന് പറഞ്ഞാൽ പ്ലാസിഡ്, അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് പീസ്ഫുൾ ആയിട്ട്. പ്ലേസ്ഡ് ആണ്, അവിടെ തന്നെ പ്ലേസ്ഡ്, ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഒരു കാംനെസ് ആണ് അല്ലേ? നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുകയുമ്പോഴാണ് നമുക്ക് ടോട്ടലി അങ്ങ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അങ്ങ് തളർന്നു പോകുന്നത് അല്ലേ? നമ്മൾ അത്രയും വയലൻ്റ് ആവുന്ന അല്ലെങ്കിൽ പീസ്ഫുൾ അല്ലാണ്ടാവുന്ന അല്ലേ? ആ ഒരു മീനിങ് ആണ്. കാമായിരിക്കണമെങ്കിൽ ഇവിടുത്തെ നമ്മൾ എന്തായിരിക്കണം? പ്ലേസ്ഡ് ആയിരിക്കണം. അപ്പോൾ പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ്ഫുൾ ആണെന്ന് ആലോചിക്കുക. പ്ലാസിഡ്, പീസ്ഫുൾ ആണെന്നുള്ള മീനിങ്. ഇതാണ് ഇതിൻ്റെ സിനോണിയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളറ്റൈൽ ലിക്വിഡ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? വോളറ്റൈൽ ആയിട്ടുള്ളത്, ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള, റെഡി ടു ക്യാച്ച് ഫയർ എന്നുള്ള മീനിങ് ആണ് ഇൻഫ്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക? വോളറ്റൈൽ ഇവാപ്പറേറ്റീവ് ആയിട്ടുള്ള, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. വോളറ്റൈൽ ലിക്വിഡ്സ്. ഇനി അടുത്ത ഫുർട്ടീവ് എന്ന് പറയുന്നത്. ഫുർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുർട്ടീവ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട്, ഒട്ടും എന്താണല്ല ഡയറക്റ്റ് ആയിട്ട് പറയൂല. ഫുർട്ടീവായിട്ട്, ഭയങ്കര ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കത്തില്ലേ? ഹൈഡ് ചെയ്ത് സംസാരിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക, ഒന്നും നേരെ പറയാൻ തോന്നത്തില്ല, ഭയങ്കരമായിട്ട് ഒളിപ്പിച്ചു വെച്ച് ഹൈഡ് ചെയ്തിട്ട് സംസാരിക്കുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ. ഫുർട്ടീവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരാം? സീക്രട്ടീവ് ആയിട്ട് വരാം. സീക്രട്ടീവ്, ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക. പിന്നെ പഠിക്കേണ്ട ഒരു വേർഡ് ക്ലാൻഡസ്റ്റീൻ. ഓക്കെ, ഇത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ക്ലാൻഡസ്റ്റീൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട്, ഭയങ്കര ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുക, ഒന്നും ഡയറക്റ്റ് ആയിട്ട് പറയൂല, ക്ലിയർ ആയിട്ട് പറയത്തില്ല, എല്ലാം എന്താണ്? ഒളിപ്പിച്ച് ഹിഡൺ ആക്കി സീക്രട്ടീവായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഫുർട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. ഫർട്ടീവ് എന്ന് പറയുന്നത്. ഫുർട്ടീവ്. ഓക്കെ, അടുത്ത് ടിമോറസിൽ തന്നെ ഒരു ടിമിഡ് ഒളിപ്പിച്ച് കിടക്കുന്നില്ലേ? ടിമിഡിന്റെ മീനിങ് എന്താ? ഷൈ. ടിമോറസ്. ഓക്കെ, ടിമോർ ചെയ്യുക. ടിമിഡ് എന്ന് ആലോചിക്കുക. ടിമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൈ ആണ്, ഭയങ്കര എന്താണ്? നാണം കുണിയാണ്, ഫ്രൈറ്റൻഡ് ആണ്, ഈസിലി ഫ്രൈറ്റൻഡ് ആണ്, ഭയങ്കര എന്താണ്? പേടിത്തൊണ്ടൻ എന്നുള്ള ഒരു മീനിങ് ഇല്ലേ? ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ടിമോറസ് എന്ന് പറഞ്ഞാൽ ഷൈ ആണ്. പിന്നെ നമ്മൾ എന്താണ്? റാറ്റ് എപ്പോഴും ഒളിച്ചിരിക്കും, സൈലന്റ് ആണ്, റെറ്റിസെന്റ് ആണ്, ഷൈ ആണ്, ആ ഒരു മീനിങ് ഇല്ലേ? ഫിയർഫുൾ ആണ്, നെർവസ് ആണ്, പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഫിയർഫുൾ ആണ്,
നെർവസ് ആണ്, ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. നെർവസ് ആണ്, ആ ഒരു മീനിങ് ആണ് വരുന്നത് ടിമോറസിന്. അപ്പം ഇതിൻ്റെ അർത്ഥം ഏതാണ്? കാമിൻ്റെ അർത്ഥം പ്ലാസിഡ് ആണ് കേട്ടോ, പ്ലാസിഡ്. ഓക്കെ, അടുത്ത് എവ്രി വൺ റിവേർഡ് മൈ ഓസ്റ്റിയർ ഫാദർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എവ്രി വൺ റിവേർഡ്, ഈ മീനിങ്ങും ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റിവേർഡ്, റിവേർഡ് എന്ന് പറഞ്ഞാൽ റിവർ. റിവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടതാണ്? റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് അല്ലേ? റിവറിനെയൊക്കെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം, വാട്ടർ ബോഡീസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. അപ്പം റിവേർഡിൻ്റെ മീനിങ് എന്താണ്? റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. മൈ ഓസ്റ്റിയർ ഫാദർ, എവ്രി വൺ, എല്ലാവരും എന്ത് ചെയ്യാണ്? എൻ്റെ റെസ്പെക്ട് ചെയ്യാണ് എൻ്റെ ഓസ്റ്റിയർ ഫാദറിനെ. ഓസ്റ്റിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിയർ, ഓസ്റ്റിയർ, ഭയങ്കര ഓസ്റ്റിയർ ഫാദർ ഹൂ വാസ് ദ ഹൈ പ്രീസ്റ്റ് ഓഫ് ദ ഫേമസ് ശിവ ടെമ്പിൾ. ശിവ ടെമ്പിളിൻ്റെ പ്രീസ്റ്റ് ആണ് കേട്ടോ. അതിൽ അവിടുത്തെ എന്താണ് പൂജാരിയായിട്ട് നിൽക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് എല്ലാവരും അച്ഛനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓസ്റ്റിയർ ഫാദർ ആണ്. പക്ഷേ എന്ത് ഫാദർ ആയിരിക്കും ഓസ്റ്റിയർ? ലവബിൾ ആണോ? അങ്ങനെ എന്താ പറയുക നമുക്ക്? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഓസ്റ്റിയറിൻ്റെ മീനിങ് അറിയണം അല്ലേ? നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര ഹാർഡായിട്ട് പിടിക്കണം. അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള റഫായിട്ടുള്ള ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസ്റ്റിയർ എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡ്, റഫ്, ഭയങ്കര എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയർ എന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് ഫാദറാണ്, ഭയങ്കര എന്ത് കാര്യം നല്ല സ്റ്റേൺ ആയിട്ടും ഭയങ്കര എന്താണ് ബോൾഡായിട്ടൊന്നും സംസാരിക്കുന്നില്ലേ, ഭയങ്കര ഫ്രണ്ട്ലി അല്ലാത്ത ഭയങ്കര പക്ക സ്റ്റേൺ ആയിട്ടുള്ള ഫാദറിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം എന്ത് തന്നെ വരും? സ്റ്റേൺ എന്നുള്ള മീനിങ് ആണ് കേട്ടോ, സ്റ്റേൺ. അതായത് ഓസ്റ്റിയർ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് എന്നുള്ളൊരു മീനിങ് ആയിരിക്കും. സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ ഹാർഡായിട്ട് റഫായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഹാർഡായിരിക്കണം, റഫായിരിക്കണം, സ്ട്രിക്റ്റ് ആയിരിക്കണം എന്നൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേൺ ആണ് അതിൻ്റെ എന്ത് വരുന്നത്? സിനോണിയമായിട്ട് വരുന്നത്. ഇനി അടുത്ത കമ്പോസ്ഡിൻ്റെ മീനിങ് എന്താ? കമ്പോസ്ഡ് ഭയങ്കര കാം ആയിട്ടുള്ള, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. കാം ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ പ്ലാസിഡ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, ഒട്ടും പ്രശ്നത്തിനൊന്നും പോവാത്ത ആൾക്കാരെയാണ്, പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കമ്പോസ്ഡ് എന്ന് പറയുന്നത്. എല്ലാം ഭയങ്കര കമ്പോസ്ഡ് നേച്ചറാണ്, സമാധാനത്തിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരെയാണ് കമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ. മോർ റോസ് കൊടുക്കാത്തതുകൊണ്ട് ആൾ എന്താണ്? സാഡാണ്, ഗ്ലൂമിയാണ്. അങ്ങനെ പറഞ്ഞില്ലേ? സാഡാണ്, ഗ്ലൂമിയാണ്, ഡിപ്രസ്ഡ് ആണെന്ന മീനിങ് ആണ് അതിന് വരുന്നത്. മോർ റോസ് കൊടുക്കാത്തതുകൊണ്ട് ആളെന്താണ്? സാഡാണ്, ഗ്ലൂമിയാണ്. അങ്ങനെ ആലോചിക്കുക. ഓക്കെ, സാഡ് സള്ളനാണ്, സള്ളൻ. ഇനി അടുത്ത ഏജ്ഡ് എന്നുള്ള മീനിങ് എന്താണെന്ന് അറിയാമല്ലോ? ഏജ്ഡ്, വയസ്സായി എന്നുള്ള മീനിങ് ആണ്. ഏജ്ഡ് ആയി, ആ ഒരു മീനിങ് തന്നെയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം സ്റ്റേൺ ആണ്. ഇനി അടുത്ത് നമുക്ക് എറർ സ്പോട്ടിങ്, ഒരു 5 എറർ സ്പോട്ടിംഗ് കൂടെ കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എന്താണ്? ഹി ഈസ് യൂസ്ഡ് ടു റിപ്ലൈ ദാറ്റ് ദ പ്ലേസ് ഫോർ വിച്ച് ഹി വെൻറ്റ് വാസ് ദ ടൗൺ ലൈബ്രറി. ഹി യൂസ് ടു റിപ്ലൈ ദാറ്റ്. നമുക്ക് എന്താ പറയുന്നത്? ഹി യൂസ് ടു റിപ്ലൈ, ആരോ പറയുകയാണ്. ഹി യൂസ് ടു റിപ്ലൈ ദാറ്റ് ദ ഓൺലി പ്ലേസ് ഫോർ വിച്ച് ഹി വെൻറ്റ് വാസ് ദ ടൗൺ ലൈബ്രറി. അപ്പോൾ പോയ സ്ഥലം എവിടെ മാത്രമാണ്? ടൗൺ ലൈബ്രറിയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പോയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. എവിടെയാണ് മിസ്റ്റേക്ക് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. മിസ്റ്റേക്ക് എവിടെയാണ്? നമ്മൾ നോക്കിയേ, പോകുന്ന സ്ഥലമാണ് ടൗൺ ലൈബ്രറി എന്ന് പറഞ്ഞു. ഹി യൂസ്ഡ് ടു റിപ്ലൈ ദാറ്റ് ദ ഓൺലി പ്ലേസ് ഫോർ വിച്ച് ഹി വെൻറ്റ്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലം, ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലേസ്, ഡയറക്ഷനെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എന്തേ ഉപയോഗിക്കുകയുള്ളൂ? ഏത് പ്രിപ്പോസിഷനെ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഫോർ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഫോർ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു പർപ്പസ് അല്ലെങ്കിൽ റീസൺ ഉള്ളിടത്ത്, ഒരു പർപ്പസ് അല്ലെങ്കിൽ എന്താണ് റീസൺ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ഫോർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതെന്താണ്? ഒരു സ്ഥലത്ത് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഫോറിന് പകരം ആരെയാണ് ചേർക്കേണ്ടത്? ടു ആണ് എപ്പോഴും നമ്മൾ എന്തിന് ചേർക്കേണ്ടത്? ഇതുപോലത്തെ ഡയറക്ഷൻ പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഐ എം ഗോയിങ് ടു മുംബൈ. മുംബൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്, ഒരു സ്ഥലത്തേക്ക് വേണം. ഐ എം ഗോയിങ് ടു ഈസ്റ്റ് ഡയറക്ഷൻ. ആ ഒരു മീനിങ്ങിലേക്ക്, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കാണ് പോകണമെങ്കിൽ നമ്മൾ 2 ചേർക്കുക. അവിടെ 4 ചേർക്കേണ്ട ആവശ്യമില്ല. എവിടെ 4 ചേർക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറയണം ഐ എം ഗോയിങ് ഫോർ സം ബ്രേക്ക്ഫാസ്റ്റ്, ഐ എം വെയിറ്റിംഗ് ഫോർ യു. അതെന്താണ്? ഒരു റീസൺ ആണ്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഫോർ സം ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഈറ്റ് ഫോർ, ആ ഒരു മീനിങ് പറയത്തില്ലേ? ഐ എം ഗോയിങ് ഫോർ സം ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ പറയാന്ന് പറഞ്ഞാൽ 4 ആണ്. സം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അതൊക്കെ എന്താണ്? ഒരു പർപ്പസാണ്, ഞാൻ ചെയ്യാൻ പോകേണ്ട കാര്യമാണ്. അപ്പോൾ 4 എന്ന് പറയുന്ന സാധനം എപ്പോഴും എവിടെ ഉപയോഗിക്കൂ? ഒരു പർപ്പസ് അല്ലെങ്കിൽ റീസൺ ഉണ്ടെങ്കിലേ ഉപയോഗിക്കൂ. ഇവിടെ എന്താണ്? ഒരു സ്ഥലത്ത് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ ആണെങ്കിൽ എപ്പോഴും എന്താണ്? ഡയറക്ഷൻ അല്ലെങ്കിൽ പ്ലേസ് ആണെങ്കിൽ 2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ട കേട്ടോ. ഡയറക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഡയറക്ഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ. വി ആർ ഗോയിങ് ടു ലിവർപൂൾ. ആ ഒരു മീനിങ്ങിലൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്തേ പറയാവൂ?
2 പറയാവൂ. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് എന്താണ്, മിസ്റ്റേക്ക് എന്താണ്, 4 അല്ല 2 ആണ്. ഓക്കെ, ഇനി അടുത്തത് അഡ്വക്കേറ്റ് ടേൺഡ് അറൗണ്ട് അപ്പോൺ കോളിംഗ് ഇറ്റ് വാസ് ഹെർ ബ്രദർ വെയിറ്റിംഗ് ഔട്ട് സൈഡ്, നോ എറർ. ഏതാണ് വരേണ്ടതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ടേൺഡ് അറൗണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആൾ എന്താണ്, ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അഡ്വക്കേറ്റ് എന്നേ പറയൂ. അഡ്വക്കേറ്റ്സ് ഇപ്പം എന്താണ്, ആണും ആവാം പെണ്ണും ആവാം അല്ലേ, രണ്ടുപേർക്കും ഒരുപോലെ അഡ്വക്കേറ്റ്സ് ആവാം. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഹെർ ചേർത്തത്? ഫീമെയിൽ എന്ന് പറഞ്ഞൊരു റെപ്രസെൻറ്റേഷൻ പോലും അവിടെ ഉണ്ടായില്ല അല്ലേ, ഒരു വിമൺ എന്ന് പറഞ്ഞ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അഡ്വക്കേറ്റ് എന്താണ്, ടേൺഡ് അറൗണ്ട് അപ്പോൺ കോളിംഗ് ഇറ്റ് വാസ് ഹെർ ബ്രദർ എന്നാണ് ചെയ്തത്. അപ്പോൾ ഒരു സ്ത്രീ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ആൻസർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ്, ടീച്ചർ അല്ലെങ്കിൽ ഇപ്പം ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഹെർ എന്ന് ചേർക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക എപ്പോഴും ഒരു ആളുടെ എന്താണ്, ആളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല, ഷീ ആണോ ഹീ ആണോ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും എന്തായിട്ട് എടുക്കാവൂ, അവരെ ആണെന്നുള്ള രീതിയിലേ എടുക്കാവൂ. അതായത് ഹിസ് എന്ന് മാത്രമേ ചേർക്കാവൂ. ഓക്കെ, അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവണം, ഹിസ് ആവണം. ഡോക്ടർ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തിലോട്ട് മാറണം, ഹിസ് എന്നുള്ളതിലേക്ക് മാറണം. അങ്ങനെയാണ് നോർമലി നമ്മൾ ഇംഗ്ലീഷ് യൂസേജ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം പറയാനാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എന്താണ്, മ്യൂച്വൽ ആയിട്ടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തേ ചേർക്കാവൂ, ഹിസ് എന്ന് പറയണം. ആണുങ്ങളുടെ പദപ്രയോഗം മാത്രമേ യൂസ് ചെയ്യാവൂ. ഓക്കെ, ഇനി അടുത്ത ബൈനോക്കുലേഴ്സ് ഈസ് യൂസ്ഡ് ടു സീ ഷോർട്ടർ ഡിസ്റ്റൻസ് കമ്പയർഡ് ടു എ ടെലസ്കോപ്പ്, നോ എറർ ആണോ? ബൈനോക്കുലേഴ്സ്, ബൈനോക്കുലർ എന്നല്ലേ ഒരെണ്ണത്തിന് പറയുന്നത്. ഇവിടെ ബൈനോക്കുലേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണോടാ, ഒരുപാട് ബൈനോക്കുലേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ഉപയോഗിക്കാവൂ, സിംഗുലാർ മാറി എന്ത് ഉപയോഗിക്കണം, പ്ലൂറൽ ഉപയോഗിക്കണം. ആറാണ് യൂസ് ചെയ്യേണ്ടത്, ബൈനോക്കുലേഴ്സ് ആർ യൂസ്ഡ് ടു സീ ഷോർട്ടർ ഡിസ്റ്റൻസ് കമ്പയർഡ് ടു ടെലസ്കോപ്പ്. ആ ഒരു മീനിങ് ആണ് വരേണ്ടത് കേട്ടോ. ഇനി അടുത്ത് there is a voice in my head saying if I had been present there I had prevented this from happening. എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയ എന്ന് അല്ലേ. ഇഫ് ക്ലോസിൻ്റെ കാര്യങ്ങളും കണ്ടീഷൻ ക്ലോസിൻ്റെ കാര്യങ്ങളും ഫസ്റ്റ് ക്ലോസ് ആണോ സെക്കൻഡ് ക്ലോസ് ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. there is a voice in my head saying if I had been present there, if I had been present there, ഞാൻ അവിടെ പ്രസന്റ് ആയിരുന്നെങ്കിൽ, I had been, ഓക്കെ ആയിരുന്നെങ്കിൽ ഐ ഹാഡ് പ്രിവെൻറ്റഡ് ദിസ് ഫ്രം, ഞാൻ അത് ഹാപ്പൺ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ആക്കിയേനെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവൂലായിരുന്നു. ആ ഒരു മീനിങ് ആണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ആ ഒരു മീനിങ് എന്തേ വരത്തുള്ളൂടാ. എപ്പോഴും ഹാഡ് ബീൻ, അത് ശ്രദ്ധിക്കേണ്ട. ഹാഡ് ബീൻ വന്നു കഴിഞ്ഞാൽ, ഹാഡിൻ്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സെൻറ്റൻസ് എപ്പോഴും എന്തേ വരാവൂ, ഐ വുഡ് ഹാവ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു രീതിയിൽ വരും. ആദ്യത്തത് എന്താണ്, നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അടുത്ത എന്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അടുത്ത എന്തായിരിക്കണം, വുഡ് ഹാവ് എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് അതെന്തായിട്ട് മാറണം, ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ആവണം. ഫ്യൂച്ചർ ടെൻസിലേക്ക് അത് കൺവേർട്ട് ആവണം. ഐ വുഡ് ഹാഡ് എന്ന് പറയണം. ഐ വുഡ് ഹാഡ് അല്ല, ഐ വുഡ് പ്രിവെൻറ്റഡ് ദിസ് ഫ്രം ഹാപ്പനിങ് എന്നുള്ള മീനിങ്ങിലേക്ക് അത് മാറണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എപ്പോഴും. ഇഫ് ഐ ഹാഡ് ബീൻ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മൾ ആ ഒരു സാധനം ഹാപ്പൺ ചെയ്യുന്നതിൽ നിന്ന് തടയുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഫ്യൂച്ചറിലുള്ള കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തടയുമായിരുന്നു, അപ്പോൾ അത് ഫ്യൂച്ചറാണ്. അപ്പോൾ ഇവിടെ എന്തായാലും എന്ത് വരണം, വരണമായിരുന്നു. വില്ലോ അല്ലെങ്കിൽ ഷോൾ അല്ലെങ്കിൽ എന്താണ് കുഡൊക്കെ വരണമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് എല്ലാം എന്താണ്, സേയിങ് ഇഫ് ഐ ഹാഡ് ബീൻ, അതൊക്കെ എന്താണ് പാസ്റ്റിലായതുകൊണ്ട് നമ്മൾ എന്താ പറയുക, പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഇവിടെ ഐ വുഡ് പ്രിവെൻറ്റഡ് ദിസ് ഫ്രം ഹാപ്പനിങ് പറഞ്ഞേനെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കാര്യമാണ് പറയേണ്ടത്. ഐ വുഡ് ഹാവ് പ്രിവെൻറ്റഡ് ദിസ് ഫ്രം ഹാപ്പനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഐ വുഡ് ഹാവ് പ്രിവെൻറ്റഡ് ദിസ് ഫ്രം ഹാപ്പനിങ്, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത്, സപ്പോസ് ദ ഡയറക്ടർ സേസ് യെസ് ഈവൻ ദെൻ വി നീഡ് another 2 years to complete the project, no error. ഓക്കെ, അപ്പോൾ പറയാണ് സപ്പോസ് ദ ഡയറക്ടർ സേസ് എസ്, ആ ഒരു മീനിങ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഫിലിമിന് വേണ്ടി ഡയറക്ടർ എസ് പറഞ്ഞെന്ന് വിചാരിച്ചു, ഒരു ഫിലിമിന് വേണ്ടി ഡയറക്ടർ എസ് പറഞ്ഞു എങ്കിലും ഫിലിം എടുക്കാൻ വേണ്ടി 2 വർഷം ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 2 വർഷം എടുക്കും. സപ്പോസ് പറയാണ്, സപ്പോസ് ഉള്ള ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാണ്. സപ്പോസ് ചിലപ്പോൾ ഇനി ഡയറക്ടർ സമ്മതിച്ച് കഴിഞ്ഞാൽ ഈവൻ ദെൻ വി നീഡ് 2 വർഷം ഇനിയും വേണം. അവിടെ എന്താ വരേണ്ടത്, ഫ്യൂച്ചർ എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇനിയും വേണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ എന്തേ വരുവുള്ളൂ, ഇതെന്താണ് ഫസ്റ്റ് ക്ലോസിൻ്റെ രീതിയിലാണ് പറഞ്ഞത്. ഈവൻ ദെൻ വി വിൽ നീഡ് എന്ന് വരും.
ആദ്യം എന്തേ വരുവുള്ളൂ? സിമ്പിൾ ഫ്യൂച്ചർ. ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ആണ്. കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് ഫസ്റ്റ് ക്ലോസ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും ഇതിൽ എന്താണ്, ഇത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ എന്ത് ചേർക്കണം അവിടെ? നമ്മുടെ വിൽ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഫ്യൂച്ചർ കണ്ടീഷൻ ചേർക്കണം. നിങ്ങൾ ഈ സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. സപ്പോസ് ഡയറക്ടർ സേസ് എസ്, ഡയറക്ടർ എസ് പറഞ്ഞിരുന്നെങ്കിൽ, സപ്പോസ് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞെങ്കിൽ പോലും ഈവൻ ദെൻ വി നീഡ് എന്ത് വേണം? സേസ്. പറഞ്ഞെങ്കിൽ പോലും ഇവിടെ എന്ത് വേണം? 2 വർഷം എടുക്കും ആ ഫിലിം കംപ്ലീറ്റ് ആവാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാൻ 2 വർഷം അധികം എടുക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വിൽ ഇൻ ഫ്യൂച്ചറിൽ 2 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചേർക്കണം? നമ്മൾ ഫ്യൂച്ചറിൽ ഒരാളെ ചേർക്കണം. നീഡ് എന്താണ്? പ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ വന്നുകൊണ്ട് നമ്മൾ വില്ല് ചേർത്തു. പാസ്റ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാം പ്രസൻറ്റിലാണ് കിടക്കുന്നത്. കംപ്ലീറ്റ്, നീഡ് ഇതെല്ലാം പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് വില്ല് ചേർത്തത്. ഓക്കെ, അല്ലെങ്കിൽ പാസ്റ്റിലായിരുന്നെങ്കിൽ നമ്മൾ വുഡ് ചേർത്തേനെ. ആ ഒരു മീനിങ് ആണ് വരുന്നത്. അങ്ങനെ സെൻറ്റൻസ് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നെന്താണ് ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താണ് പഠിക്കാൻ പറ്റട്ടെ. കാരണം ഇത്രയും ഷോർട്ട് ആക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പോർഷൻസ് ഒക്കെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, നന്നായിട്ട് പഠിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.